വെഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി മാറ്റില്ല. സർക്കാരിൻ്റെയും നടിയുടെയും ആവശ്യം ഹൈക്കോടതി തള്ളി. അപ്പീൽ കൊടുക്കാൻ സ്റ്റേ അനുവദിക്കണമെന്ന സർക്കാരിൻ്റെ ആവശ്യവും തള്ളി. തിങ്കളാഴ്ച മുതൽ വിചാരണ പുനരാരംഭിക്കാം. നടിയെ ആക്രമിച്ച കേസിൽ പ്രത്യേക കോടതിയെ മാറ്റാനാവില്ലെന്ന് ഹൈക്കോടതി. വിചാരണ കോടതി മാറ്റണമെന്നാവശ്യപ്പെട്ട് സർക്കാരും നടിയും നൽകിയ ഹർജികളാണ് ഹൈക്കോടതി തള്ളിയത്. സിംഗിൾ ബെഞ്ച് ജഡ്ജി VG അരുണിന്റേതാണ് ഉത്തരവ്. തിങ്കളാഴ്ച മുതൽ വിചാരണ പുനരാരംഭിക്കാം. നേരത്തെ വാദം കേൾക്കുന്നതിന്റെ ഭാഗമായി ഹൈക്കോടതി വിചാരണയ്ക്ക് സ്റ്റേ നൽകിയിരുന്നു. വിചാരണ കോടതി മാറ്റുന്നത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചു. കോടതിയും പ്രോസിക്യൂഷനും ഒരുമിച്ച് പോകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. വിചാരണ കോടതി പക്ഷപാതമായി പെരുമാറുന്നുവെന്നും മാനസിക പീഡനം നേരിടേണ്ടി വന്നുവെന്നും നടി കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. വിചാരണ നടപടികൾ മറ്റൊരു കോടതിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടാണ് സർക്കാരും നടിയും ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. വിചാരണ കോടതിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ആക്രമണത്തിനിരയായ നടിയും സർക്കാരും ഉന്നയിച്ചത്. പ്രതിഭാവം കോടതി മുറിയിൽ വെച്ച് മാനസികമായി പീഡിപ്പിച്ചപ്പോൾ ജഡ്ജി ഇടപെട്ടില്ലെന്നും പരസ്യമായി താൻ കോടതിയിൽ പൊട്ടിക്കറിഞ്ഞുവെന്നും നടി ഹർജിയിൽ പറഞ്ഞിരുന്നു. പ്രതിഭാവത്തെ 20ഓളം അഭിഭാഷകർ കോടതി മുറിയിൽ വെച്ച് മാനസികമായി തേജോവധം ചെയ്യുന്നുവെന്നാണ് നടി പരാതിയിൽ നൽകിയത്. പ്രധാനപ്പെട്ട പല മൊഴികളും കോടതി രേഖപ്പെടുത്തിയില്ല എന്നും ഗുരുതര ആരോപണമാണ് ഹർജിയിലുണ്ടായിരുന്നത്. അപ്പീൽ നൽകാൻ സ്റ്റേ അനുവദിക്കണമെന്നും സർക്കാരിന്റെ ആവശ്യം കോടതി തള്ളുകയായിരുന്നു. മേൽക്കോടതിയെ സമീപിക്കുമെന്ന് പ്രോസിക്യൂഷനും നടിയും അറിയിച്ചിട്ടുണ്ട്. നിലവിലുള്ള ജഡ്ജിയുടെ അടുത്തിൽ നിന്നും കേസ് മാറ്റാനുള്ള ആവശ്യമായ കാരണങ്ങൾ ബോധിപ്പിക്കാൻ പ്രോസിക്യൂഷൻ ആയിട്ടില്ലെന്നും കോടതി കണ്ടെത്തി. VS ഹൈദർ അലി, റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം രാഹുൽ ഈശ്വർ, അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, സജി നന്ദ്യാട്ട്, ധന്യ രാജേന്ദ്രൻ തുടങ്ങിയവരാണ്. ആദ്യം അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, ഇതിൽ 28, 29 പാരഗ്രാഫുകളിൽ അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ അത് ശരിയായില്ല എന്ന് പറയുകയും എന്നാൽ വേറെ കാരണങ്ങളൊന്നും കാണുന്നില്ല ജഡ്ജിയെ, സ്പെഷ്യൽ കോർട്ടിനെ മാറ്റുന്നതിന് എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് ഈ വിധിയെ താങ്കൾ വിലയിരുത്തുന്നത്? ഈ വിധിന്യായം തുടങ്ങുന്നത് തന്നെ സംസ്ഥാന സർക്കാരിന്റെ പ്രോസിക്യൂഷന്റെ ഒരു പ്രിസംഷനെ തുടർന്നാണ്. ഒരു കോടതി മാറ്റുന്നതിന് വേണ്ടിയുള്ള അപേക്ഷയുടെ കാരണമായി ബോധിപ്പിച്ചിരിക്കുന്നത് ബയാസ്ഡ് ആവാൻ സാധ്യതയുണ്ട് എന്ന അവരുടെ അസംഷനെ തുടർന്നാണ്. അതാണ് അവസാനം വരെയും കോടതി ഒരു പിടിവള്ളിയായി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കോടതി ഒരു ബയാസ്ഡ് ആയിട്ടുള്ള കോടതിയാണ്, ഏകപക്ഷീയമായിട്ടുള്ള കോടതിയാണ്, പക്ഷപാതിത്വപരമായിട്ടാണ് പെരുമാറുന്നത് എന്ന അസംഷനാണ് പരാതിക്കാർക്ക് ഉള്ളത് എന്ന ഒരു നിരീക്ഷണത്തിലാണ് കോടതിയുടെ വിധി തുടങ്ങുന്നത്. അവസാനം വരെ ആ ഒരു അസംഷനിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിലെ ഇഷ്ടംപോലെ കേസുകൾ, ഇഷ്ടംപോലെ വിധിന്യായങ്ങൾ അതിനകത്ത് പറയുന്നത് കോടതിയെ പ്രിജുഡിസ്ഡ് ആയിട്ട് മുൻവിധിയോടുകൂടി കാണാൻ പാടില്ല. അത്തരം ഏതെങ്കിലും പാർട്ടികളുടെ ഏതെങ്കിലും തരത്തിലുള്ള മുൻവിധി കോടതിയുടെ കേസ് മാറ്റാൻ കാരണമല്ല എന്നാണ് പറയുന്നത്. പാരഗ്രാഫ് 28-ലും 29-ലും നികേഷ് പറഞ്ഞത് ശരിയാണ്. അങ്ങനെ സംഭവിച്ചാൽ അത് ഗൗരവമാണ് എന്ന് കാണുന്നുണ്ട്. പക്ഷെ ഇതിൽ എനിക്ക് തോന്നിയത് കോടതിയിൽ തന്നെ സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത് പ്രോസിക്യൂഷനാണ്. കോടതിയുടെ തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ പക്ഷപാതിത്വപരമായിട്ടുള്ള പക്ഷപാതരഹിതമായിട്ടുള്ള പ്രവർത്തനം ഉറപ്പുവരുത്തേണ്ട പ്രോസിക്യൂഷൻ, ആ പ്രോസിക്യൂഷൻ തന്നെയാണ് അതുപോലെ നീതി കിട്ടേണ്ട സർവൈവറും. ഇവർ രണ്ടുപേരും ഒരു കോടതിയിൽ സംശയം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ അല്ല, ഈ കോടതിയിൽ തന്നെ വിചാരണ നടത്തിയേ തീരൂ എന്ന തരത്തിലുള്ള ഒരു ഒബ്സർവേഷനിലേക്ക് പോയത് സാങ്കേതികമായി ശരിയാണ്, നിയമപരമായി ശരിയാണ്. ആ വിധിന്യായത്തിൽ ഞാൻ നിയമപരമായി ഒറ്റ നോട്ടത്തിൽ തെറ്റൊന്നും കാണുന്നില്ല. ഇനിയിപ്പോ ഏതെങ്കിലും വാദം സർക്കാരിന്റെ ഇത് പരിഗണിക്കാതിരുന്നിട്ടുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നിയമപരമായി നോക്കിയാൽ സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങൾ അതിൽ റെലവന്റ് കോണ്ടെക്സ്റ്റിൽ അർത്ഥവത്ത് തന്നെയാണ്. പക്ഷെ അവശേഷിക്കുന്ന ഒരു ചോദ്യം, ആർക്ക് വേണ്ടിയാണ് ഈ നീതിന്യായ സംവിധാനങ്ങൾ നടത്തുന്നത്? എന്തിനാണ് ഈ ട്രയലും ഈ പ്രൊസീഡിങ്സും മുഴുവൻ നമ്മൾ നടത്തുന്നത്? ആരെ ബോധ്യപ്പെടുത്താനാണ്? അത് പൊതുസമൂഹത്തെയും അത് ഇരകളെയും ബോധ്യപ്പെടുത്താനാണെങ്കിൽ പ്രോസിക്യൂഷന് പോലും വിശ്വാസമില്ലാത്ത ഒരു കോടതിയെ ഇനി ആ വിചാരണ തുടർന്നു പോകുന്നതിൽ ജനം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ പൊതുജനത്തെ കാണുന്നില്ല, കാരണം പൊതുജനത്തിന് ഇതിന്റെ വിശദാംശങ്ങളൊന്നും അറിയില്ല. പൊതുജനത്തെ തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യം ഒരു ക്രിമിനൽ കോടതിക്കില്ല. പക്ഷെ ഏറ്റവും ചുരുങ്ങിയത് ആ കേസ് നടത്തുന്ന പ്രോസിക്യൂഷനെയെങ്കിലും ആ പ്രോസിക്യൂഷന്റെ ഭാഗമായിട്ടുള്ള സാക്ഷികളെയെങ്കിലും ബോധ്യപ്പെടുത്താൻ, നീതി നടപ്പാക്കുക മാത്രമല്ല, നീതി നടപ്പാക്കപ്പെടുന്നത് നീതി തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തുക കൂടി വേണം എന്ന നീതിസാരം അനുസരിച്ച് ഒരു കോടതി മാറ്റാൻ ആവശ്യമായ പ്രാഥമികമായ തെളിവുകളെങ്കിലും ഹാജരാക്കിയ സ്ഥിതിക്ക് എന്തുകൊണ്ടാണ് അത്തരത്തിൽ കോടതിയുടെ ഡിസ്ക്രിഷൻ മറിച്ച് ഉപയോഗിച്ചത് എന്നതിൽ ഞാൻ സംശയാലുവാണ്.
ഇവിടെ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, ആദ്യം ഇത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എറണാകുളത്ത് വന്ന മാറ്റർ ആയിരുന്നു. നടിയുടെ ഇരയുടെ അപേക്ഷ അനുസരിച്ചാണ് ഒരു ലേഡി ജുഡീഷ്യൽ ഓഫീസറെ പ്രത്യേക കോടതി, അങ്ങനെ ഒരു പ്രത്യേക കോടതി പറയുന്നത് എറണാകുളത്ത് ഒരൊറ്റ കോടതിയാണുള്ളത്, അങ്ങനെ ഒരു പ്രത്യേക കോടതിയെ നിശ്ചയിക്കുകയാണ്. ആദ്യമുണ്ടായിരുന്നത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ, പിന്നീട് ഒരു പ്രത്യേക കോടതി വേണമെന്ന ആശയം ഉയർന്നു, അതിൽ തന്നെ ഒരു വനിതാ ജഡ്ജ് വേണമെന്ന ആശയം ഉയർന്നു. ഇതിനോടൊപ്പം തന്നെയായിരുന്നു ഇതേ കോടതി, ഹൈക്കോടതി എന്നുള്ളത് നമുക്കറിയാം. നോക്കൂ, ഇവിടെ ഈ ജഡ്ജിയെ മാറ്റിയാൽ ആ ജുഡീഷ്യൽ ഓഫീസറെ സംബന്ധിച്ചിടത്തോളം അവർ ബയസ്ഡ് ആണ് എന്ന് ഹൈക്കോടതി വിധിക്കലാകും. ഒരു സ്പെഷ്യൽ കോടതി ബയസ്ഡ് ആണ് എന്നുള്ളത് ഹൈക്കോടതി വിധിക്കലാകും. അങ്ങനെ ഒരു വിധിക്കലിന് ഹൈക്കോടതി എത്തിച്ചേരണമെങ്കിൽ അതിന് ഈ പറഞ്ഞ കാരണങ്ങൾ മാത്രം മതിയോ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ? ഇനി അഥവാ ഈ വാദിഭാഗത്തെ സംബന്ധിച്ചോ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഈ കോടതിയിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ തന്നെ കോടതിയുടെ ഇനിയുമുള്ള ചവിട്ടുപടികൾ നമ്മുടെ മുന്നിലുണ്ട്, അല്ലേ? സമൂഹത്തിൻ്റെ മുന്നിലുണ്ട്. ആ നടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, ആ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് ഹൈക്കോടതി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ ആ കോടതിയെ കുറ്റം പറയാനാകുമോ? കോടതിയെ തീർച്ചയായിട്ടും കുറ്റം പറയാൻ കഴിയില്ല. കാരണം കോടതിയുടെ വിധിന്യായത്തിന് ആസ്പദമായിട്ടുള്ള തെളിവുകളും കോടതിയുടെ വിധിന്യായത്തിന് ആസ്പദമായിട്ടുള്ള യുക്തികളും കോടതി കൃത്യമായി തന്നെ വിധിന്യായത്തിൽ സമർത്ഥിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ സെൽഫ് എക്സ്പ്ലനേറ്ററി ജഡ്ജ്മെന്റ്. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മൾ നോക്കൂ, എഴുതി വെക്കപ്പെട്ട നീതികൾ, എഴുതി വെക്കപ്പെട്ട നിയമങ്ങൾ, എഴുതി വെക്കപ്പെട്ട ചട്ടങ്ങൾ, ഇത്തരത്തിലുള്ളതെല്ലാം എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഈ ഇൻസ്റ്റൻസസ് മാത്രം. ഞാൻ ഒരു കേസിലെ സാക്ഷി, ഒരു പ്രധാനപ്പെട്ട സാക്ഷിയാണ്. ഞാൻ കോടതിയിൽ പോകുന്നു, കോടതി നടപടികളുമായി സഹകരിക്കുന്നു, കോടതി നടപടികളുമായി മുമ്പോട്ട് പോകുന്നു. ഇവിടെ എനിക്കാണ് നീതി വേണ്ടത് എന്ന് കരുതുക. എന്നെപ്പോലും വിശ്വസിക്കാൻ ആ കോടതിയുടെ പ്രവർത്തനങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾ നാളെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിധിന്യായം വരികയും ആ വിധിന്യായം ഒരു പക്ഷേ എനിക്ക്, സാക്ഷിയായിട്ടുള്ള എനിക്ക്, അല്ലെങ്കിൽ പരാതിക്കാരിയായിട്ടുള്ള എനിക്ക് എതിരാവുകയും ചെയ്താൽ എന്ത് ട്രസ്റ്റാണ് ഈ സംവിധാനം ഇത്തരം ആളുകൾക്ക് നൽകുന്നത്? ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? നമ്മൾ ഏതെങ്കിലും സമയത്ത് പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ വാദിഭാഗമോ പ്രതിഭാഗമോ പറയുന്നതിനനുസരിച്ച് മാറ്റേണ്ട ഒരു സംവിധാനമല്ല കോടതി. അങ്ങനെ ഇതൊരു കീഴ്വഴക്കമാക്കിയാൽ നാളെ കേരളത്തിലെ എല്ലാ കേസിലെയും, എല്ലാ ക്രിമിനൽ കേസിലെയും എല്ലാവരും കോടതി സ്ട്രോങ് ആവുന്ന സമയത്ത് ഓടി ഹൈക്കോടതിയിലേക്ക് വന്ന് TRPC ഫയൽ ചെയ്യും. സ്വാഭാവികമായിട്ടും ഇത്തരം അലിഗേഷൻസ് ഉണ്ടാവും. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുള്ളത് നികേഷിനും അറിയാം, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അറിയാം. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര പ്രബലനായിട്ടുള്ള ഒരു നടൻ പ്രതിയായിട്ടുള്ള ഒരു കേസ് വരുന്നത്. അവർ സമൂഹത്തിൽ അങ്ങേയറ്റം അധികാര കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഒരുപക്ഷെ ഭരിക്കുന്ന സർക്കാരുകളെക്കാൾ അധികാരമുള്ള ആളുകളാണ്. അവരെ തൊടാൻ മടിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. അവിടെ പ്രോസിക്യൂഷനും കോടതിയും ചേർന്ന് സത്യം കണ്ടെത്താൻ ശ്രമിക്കണം എന്ന് പറയുമ്പോൾ അത് തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് പ്രോസിക്യൂഷൻ സമർത്ഥിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. ഞാൻ ഒരു ഇൻസ്റ്റൻസ് മാത്രം പറയാം. സാക്ഷികളെ വിസ്തരിക്കുമ്പോൾ അവരെ ട്രോമാറ്റൈസ് ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങളോ പെരുമാറ്റങ്ങളോ കോടതിയുടെ ഭാഗത്ത് പാടില്ല എന്ന് പറയുന്നു. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് സാക്ഷിക്കും, അതായത് പരാതിക്കാർക്കും ഒപ്പം പ്രോസിക്യൂഷനും അങ്ങനെ ഒരു കേസും, അത് തുടർന്ന് അങ്ങോട്ട് അത് ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള എന്ത് സംവിധാനമാണ് കോടതി ഒരുക്കിയിരിക്കുന്നത്? നമുക്ക് ഈ സ്റ്റേറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ മിഷണറികളെ സംബന്ധിച്ച് സാങ്കേതികത ശരിയാണ്. പക്ഷെ ഇരകളെ സംബന്ധിച്ച് ഇതൊന്നുമില്ല. ഇരകളെ സംബന്ധിച്ച് നീതി മാത്രമേ ഉള്ളൂ. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇവോൾവിംഗ് കൺസെപ്റ്റ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇങ്ങനെ ഒരു ഇവോൾവിംഗ് കൺസെപ്റ്റിൽ നീതി എന്നതിലേക്ക് സംബന്ധിക്കുന്ന ഒരു സമൂഹം എന്നുള്ളതിലേക്ക് നമ്മൾ പതുക്കെ പുരോഗമിച്ചു വരികയാണ്. അങ്ങനെ ഇവോൾവ് ചെയ്യുന്ന ഒരു നീതിന്യായ സംവിധാനത്തിനകത്ത് ഇത്തരം ഒരു കോടതിയെ സംശയത്തിന്റെ മുനയിൽ നിർത്താൻ തക്കവണ്ണമുള്ള തെളിവില്ല എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന് മുകളിൽ കോടതിയുണ്ട്. ഈ വിധിന്യായത്തിൽ വിശ്വാസമില്ലെങ്കിൽ മുകളിലോട്ട് പോകാവുന്നതാണ്. എന്തുകൊണ്ടാണ് തന്റെ വിധിന്യായത്തിനെതിരായി അപ്പീൽ ഫയൽ ചെയ്യാനുള്ള പ്രാഥമികമായ സമയം പോലും കോടതി കൊടുക്കാതിരുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഏതായാലും പ്രോസിക്യൂഷൻ ഈ വിധിയെ എങ്ങനെ കാണുന്നു, ഈ ഇര എങ്ങനെയാണ് ഈ വിധിയെ കാണുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അതിനോടൊപ്പം തന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഇരയെ എങ്ങനെയാണ് കോടതിയിൽ ഇരയോട് പെരുമാറേണ്ടത് എന്നെ സംബന്ധിച്ച് ഹൈക്കോടതി വിധിയിൽ തന്നെ സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് വേഴ്സസ് ഗുർമിത് സിംഗ് കേസ് ചൂണ്ടിക്കാണിച്ച് എങ്ങനെയാണ് സെക്ഷൽ അസോൾട്ട് വിക്ടിംസിനെ കോടതിയിൽ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നെ സംബന്ധിച്ചുള്ള ഒരു ദീർഘമായ പാരഗ്രാഫ് തന്നെ എടുത്തു ചേർത്തിട്ടുമുണ്ട്. അതിൻ്റെ അകത്ത് വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിനപ്പുറത്തേക്ക്
ശ്രീ രാഹുൽ ഈശ്വർ 28-29 താങ്കൾ ഒരുപക്ഷെ വിധിന്യായം വായിച്ചിട്ടുണ്ടാകില്ല. അതിനകത്ത് പറയുന്നത് ഇഫ് ദ ഇൻസിഡൻസ് വിച്ച് ആർ അലർട്ട് ടു ഹാവ് ഒക്കേർഡ് ഓൺ 14/10/2020 are true, it has to be unhesitatingly held that it should have been avoided എന്നാണ്. നോക്കൂ, അങ്ങനെ പറയാനല്ലല്ലോ നമ്മൾ കോടതിയെ സമീപിക്കുന്നത്. അത് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നത് വ്യക്തത വരുത്തി ഒരു തിരുത്തൽ വരുത്താനല്ലേ ഈ കോടതി, ഹൈക്കോടതി അങ്ങനെ ഒരു ഉത്തരവാദിത്തം നിർവഹിച്ചില്ല എന്നുള്ള തോന്നലുണ്ടായാൽ, പ്രത്യേകിച്ച് ഇരയ്ക്ക് അങ്ങനെ ഉണ്ടായാൽ അത് വലിയൊരു കുറ്റമാകും നമ്മൾ സമൂഹം അവരോട് ചെയ്യുന്ന. നികേഷ് സാർ, രണ്ട് കാര്യങ്ങളാണ്. വി ഓൾ ഹാവ് എ റൈറ്റ് ടു ജസ്റ്റിസ്, ബട്ട് വി ഡോണ്ട് ഹാവ് എ റൈറ്റ് ടു എ പർട്ടിക്കുലർ ബെഞ്ച് ഓർ എ പർട്ടിക്കുലർ ജഡ്ജ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. എന്റെ സുഹൃത്തും വളരെ ആദരണീയനായ അഭിഭാഷകനായ ശ്രീ ഹരീഷ് വാസുദേവന്റെ ഒരു വശം ചൂണ്ടിക്കാട്ടി. അതിനെ ബഹുമാനിക്കുന്നു. നമ്മൾ ഇരയോടൊപ്പം തന്നെ വേണം. ഈ പർട്ടിക്കുലർ അഭിനേത്രിയെ വ്യക്തിപരമായി അറിയാം. ഞങ്ങളുടെ എല്ലാം ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആളാണ്. എല്ലാവിധത്തിലും അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ അതോടൊപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ശ്രീ ദിലീപിനെ പോലൊരു വ്യക്തി ഏകദേശം 80-90 ദിവസത്തോളം ജയിലിൽ കിടന്നു. അദ്ദേഹത്തിനെതിരെ അറ്റ്ലീസ്റ്റ് പബ്ലിക് ഡൊമൈനിൽ വേണ്ട രീതിയിൽ തെളിവുകൾ, അദ്ദേഹം ഈ ഏതെങ്കിലും രീതിയിൽ ഇതിന്റെ പിന്നിലുണ്ട് എന്ന തെളിവുകൾ ഉണ്ടോ എന്ന കാര്യം സംശയമാണ്. ചില ക്രിമിനലുകൾ ഇത് ചെയ്തിരിക്കാം, തീർച്ചയായും അത് അപലപനീയമാണ്, അവർക്ക് ശിക്ഷയും വേണം. പക്ഷെ ശ്രീ ദിലീപിനെ പോലൊരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും ചിലപ്പോഴെങ്കിലും കടന്നു ദിലീപ് വരുന്നില്ല. ഇരയോടൊപ്പം വേണമെന്ന കാര്യത്തിൽ യാതൊരു രാഹുൽ ഈശ്വർ, ഇതിനകത്തൊരു ക്രൈം നടന്നിട്ടുണ്ടല്ലോ. രാഹുൽ ഈശ്വർ, ഒരു മിനിറ്റ്. ഇതിനകത്തൊരു ക്രൈം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെല്ലാം മറക്കുകയാണ്. പെട്ടെന്ന് ദിലീപിനെ ആശ്വസിപ്പിക്കാൻ ഓടിച്ചെല്ലുകയാണ്. ഇവിടെ ദിലീപ് ശിക്ഷിക്കപ്പെടുവോ ഇല്ലയോ എന്നുള്ളതൊക്കെ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ ക്രൈം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ക്രൈം ചെയ്തയാൾ ഞാൻ ക്രൈം ചെയ്തിട്ടുണ്ട് എന്ന് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ് ദിലീപിൻ്റെ ആവശ്യപ്രകാരമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അത് കണ്ടുപിടിക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ല, ആ ക്രൈമിലാണ് ഈ വിചാരണ നടക്കുന്നത്. നമ്മൾ ഓടിച്ചെന്ന് ദിലീപിനെ സമാശ്വസിപ്പിക്കല്ല. സാർ, രണ്ട് കാര്യങ്ങളാണ്. ഈ ക്രൈം നടന്നു, അതൊരു ഹീനിയസ് ക്രൈമാണ്. ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. ആ പ്രത്യേക പെൺകുട്ടിയെ പോലെ വളരെ വൈബ്രന്റായി മലയാളത്തിന്റെ അഭിമാനം മറ്റു ഭാഷകളിൽ ഉയർത്തിയ ഒരു വ്യക്തിയാണ്. പക്ഷേ ഇതിന്റെ പിന്നിൽ അതിൽ ചില ക്രിമിനലുകളുണ്ട്, അവർക്ക് ശക്തമായ ശിക്ഷയും കിട്ടണം. ശ്രീ ദിലീപ് എത്രമാത്രം ഇതിന്റെ പിന്നിലുണ്ട്. കാര്യം ദിലീപും ആ പ്രത്യേക നടിയും ആയതുകൊണ്ടാണല്ലോ ഒരുപക്ഷെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്ത് കോടതിയിൽ ഇത് വന്നത്. ഒരുപക്ഷെ ശ്രീ മോഹൻലാലിനെ മമ്മൂട്ടിയെ കാട്ടിയും പവർഫുൾ ആണെന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീ ദിലീപ്. അദ്ദേഹം പോലും എത്രയോ മാസങ്ങൾ ജയിലിൽ കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോ ഇടപെടുന്നു എന്ന് വിചാരിക്കരുത്. നോക്കൂ, ഇത് ദിലീപ് ആയതുകൊണ്ടോ നടി ആയതുകൊണ്ടോ അല്ല. നമ്മളെ പോലെ സാധാരണക്കാരായ ആളുകൾക്ക് ഇങ്ങനെ പറ്റിയാലും ഇത് വളരെ പ്രമാദമായ കേസായി മാറാറുണ്ട്. എന്തുകൊണ്ടാണ് പെൺകുട്ടികളുടെ മാനത്തിന് വലിയ വില ഈ സമൂഹം കൽപ്പിക്കുന്നത് കൊണ്ടാണ്. സംശയമില്ല, യാതൊരു തർക്കവുമില്ല. പക്ഷെ ദയവായി ഓർക്കണം, അങ്ങനെ നേരത്തെ പരിപാടിയിൽ ഒരാൾ ബിഷപ്പ് ഫ്രാങ്കോയോട് കമ്പയർ ചെയ്യുകയുണ്ടായി. ശ്രീ ഹരീഷ് വാസുദേവൻ ഡൽഹി സംഭവം പറയുകയുണ്ടായി. ഈ സംഭവങ്ങൾ ഈ സംഭവത്തോട് ചേർത്ത് വെക്കാൻ കഴിയുന്നതാണോ ചിന്തിക്കണം. രണ്ട്, ആ പ്രത്യേക നടൻ, അദ്ദേഹം ആരും ആയിക്കോട്ടെ, വ്യക്തിപരമായി അറിയുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താരപദവിയോ മാറ്റിവെക്കാം, അദ്ദേഹം ഇതിൽ എത്രമാത്രം ഇൻവോൾവ് ആണ്, ഇംപ്ലിക്കേറ്റഡ് ആണ് എന്നൊരു ചോദ്യം കൂടിയില്ലേ? അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ ഇതിൽ കൾപ്പബിലിറ്റി ഉണ്ടോ എന്ന് ചോദ്യമില്ലേ? പലപ്പോഴും ആ വ്യക്തി അഥവാ കുറ്റക്കാരനാണെങ്കിൽ, അല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം എത്രയോ ദിവസം ജയിലിൽ കിടക്കുകയുണ്ടായി. അപ്പം ഈ രീതിയിൽ അദ്ദേഹത്തിനും നീതി നിഷേധിക്കുന്ന ഒരു സമീപനം ഉണ്ടാകരുത്. തീർച്ചയായും ഇരയോടൊപ്പം വേണം, പക്ഷേ ഒരു ഇരയോടൊപ്പം നിൽക്കുന്നത് വേറൊരാളെ ഇരയാക്കിക്കൊണ്ടാകരുത്. അദ്ദേഹത്തിന് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെ വിക്ടിമൈസേഷൻ അദ്ദേഹത്തിന് സംഭവിക്കരുത്. അദ്ദേഹത്തെ അറിയുന്നവർ അദ്ദേഹം ഇത്തരം ഒരു കാര്യം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല. ഞാനടക്കം ആരും. രാഹുൽ ഈശ്വർ, ഞാൻ വീണ്ടും പറയുന്നു, ഈ കേസിൽ നമ്മൾ പ്രതികളെ കാണുന്നില്ല. നമ്മൾ കാണുന്നത് ഇരയെ മാത്രമാണ്. ഇര ഒരു സിനിമാ നടി ആയതുകൊണ്ടല്ല ഇത് ഇത്രയും പ്രമാദമായത്. നമ്മളെപ്പോലെ തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് ഇങ്ങനെ ഒരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായാൽ പോലും അത് പ്രമാദമായ കേസായി മാറാറുണ്ട്. ഇനി ഇതിനകത്ത് ബാക്കി ആരാണ് പ്രതി, ആരാണ് ശിക്ഷിക്കപ്പെടാൻ പോകുന്നത് എന്നുള്ളതൊക്കെ കോടതി പരിഗണിച്ചോളട്ടെ. ഒരു പ്രത്യേക കോടതി മാത്രമല്ലല്ലോ നമ്മുടെ നാട്ടിലുള്ളത്. അതിൻ്റെ മുകളിൽ ഹൈക്കോടതിയുണ്ട്, അതിൻ്റെ മുകളിൽ സുപ്രീം കോടതിയുണ്ട്. അങ്ങനെ ദീർഘകാലത്തെ പ്രക്രിയ ഇനിയും പൂർത്തിയാകാനുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചോദ്യം ആദ്യം ഞാൻ ശ്രീ രാഹുൽ ഈശ്വറിനോട് ചോദിച്ച ചോദ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ആ ചോദ്യം ഇതാണ്, ശ്രീ രാഹുൽ ഈശ്വർ, ഇരയെ സംബന്ധിച്ചിടത്തോളം തനിക്ക് നീതി കിട്ടുന്നില്ല ഈ ബെഞ്ചിൽ നിന്ന്, ഈ കോടതിയിൽ നിന്ന് എന്ന് തോന്നുകയാണ് എങ്കിൽ സമൂഹം അവരോട് എന്ത് ന്യായമാണ് പറയുക? അവരുടെ പരാതിക്ക് തീർപ്പ് കൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഹൈക്കോടതിക്ക്. രണ്ട് കാര്യങ്ങൾ, ഇരയോടൊപ്പം വേണം തീർച്ചയായും എന്ന് പറയുമ്പോഴും ഇതിന് ഗ്രൗണ്ടുകൾ കുറെ കൂടെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കാൻ സാധിക്കണ്ടേ?
എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത് മാറ്റണമെന്ന് പറയാൻ സാധിക്കണ്ടേ? അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ലൈനാണ് കോടതി എടുക്കുന്നെങ്കിൽ അത് മാറ്റണമെന്ന് പറഞ്ഞാൽ അതൊരു റോങ് പ്രീസിഡന്റ്, റോങ് കീഴ്വഴക്കമായി മാറില്ലേ? നാളെ നമുക്ക് അനുകൂലമായിട്ടല്ല ബെഞ്ച് പോകുന്നതെന്ന് വന്നാൽ ആ ബെഞ്ച് മാറ്റണമെന്ന് പറയുന്ന രീതിയിലേക്ക് ഇത്രയും ഒരു ഹൈ പ്രൊഫൈൽ കേസിന്റെ കീഴ്വഴക്കം മാറില്ലേ? ഇത്തരം വിഷയങ്ങൾ കൂടെ നമ്മൾ പരിഗണിക്കണ്ടേ? പക്ഷെ നോക്കൂ, അങ്ങനെയുള്ള ഗ്രൗണ്ടുകളോട് ഹൈക്കോടതി ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ്: be that as it may, it has to be ensured by all concerned that such incidents are not repeated എന്നാണ്. നിങ്ങൾ ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ്, ഒരു വാണിംഗ്, അത് മതിയോ? പോരാ, നടിക്കത് പോരാ എന്നുള്ളതാണ് ആവശ്യം, അല്ലെങ്കിൽ ഇരക്കത് പോരാ എന്നുള്ളതാണ് ആവശ്യം. ശരി, ഞാൻ മടങ്ങിയെത്താം രാഹുൽ ഈശ്വറിലേക്ക്. സജി നന്ദ്യാട്ട്, നോക്കൂ, ഹൈക്കോടതി കൂടി ഇരയുടെ ആവശ്യം തള്ളിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? സജി നന്ദ്യാട്ട്, താങ്കളുടെ ഒരു ദിലീപ് പക്ഷപാതിത്വമൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തുക. സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണല്ലോ താങ്കളും. ഇങ്ങനെയാണോ സിനിമയിലെ കൊളീഗ്സിൻ്റെ? നോക്കൂ, ഇന്നിപ്പോൾ അമ്മയുടെ യോഗം ചേർന്നിട്ട് തീരുമാനിച്ചത് എന്താണ്? പാർവതി തെരുവോത്തിൻ്റെ രാജി അംഗീകരിച്ചിരിക്കുന്നു. ഇടവേള ബാബുവിനെതിരെ അച്ചടക്ക നടപടിയില്ല, അതായത് മരിച്ച പോലെ എന്ന് കൽപ്പിച്ചയാളാണ് ഇടവേള ബാബുവിനെതിരെ നടപടിയില്ല. മയക്കുമരുന്ന് കേസിൻ്റെ സാമ്പത്തിക ഇടപാടിൽ ഉൾപ്പെട്ട ബിനീഷ് കോടിയേരിക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കണമെന്ന ആവശ്യം ഉയർന്നപ്പോൾ അതും പറ്റില്ല എന്ന നിലപാടെടുത്തു. വളരെ ഏകപക്ഷീയമായിട്ടാണ് എല്ലാ സംവിധാനങ്ങളും പോകുന്നത്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, നികേഷ് ഇവിടെ ഒരു പരാമർശം നടത്തി. അത് നികേഷ് ആദ്യം തന്നെ പിൻവലിക്കണം. ദിലീപ് പറഞ്ഞിട്ടാണ് ഈ പെൺകുട്ടി ആക്രമിക്കപ്പെട്ടത് എന്ന് അത് നികേഷ് ടങ് സ്ലിപ്പാണോ എന്ന് എനിക്കറിയില്ല. നികേഷ് അത് പറഞ്ഞു. 2, നികേഷ് നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് മറ്റൊരു സംഘടന പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ മൗഢ്യമാണ്. അല്ല, ആദ്യത്തെ കേസിൽ തന്നെ ഞാൻ എന്ത് പറഞ്ഞു എന്നാണ്? ഞാൻ ദിലീപിന്റെ ആഹ്വാന പ്രകാരമാണ് മറ്റേയാൾ ഇത് ചെയ്തതെന്ന് പറഞ്ഞോ? പറഞ്ഞു റിപ്പീറ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തോ. നികേഷ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാനത് ഉദ്ദേശിച്ചതല്ല. നോക്കൂ, അങ്ങനെ ഒരു കേസുണ്ടെന്നായിരിക്കും ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അല്ല, നികേഷ് എന്ത് ഉദ്ദേശിച്ചു വന്നത് ദാറ്റ് ഇസ് ഇൻ യുവർ മൈൻഡ്. ഞാനൊരു കാര്യം പറയട്ടെ, തങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് മാത്രം ഒരു കോടതി പെരുമാറണമെന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ് മിസ്റ്റർ നികേഷ്? ഒരു പ്രതിക്ക് പ്രതിയുടേതായ അവകാശങ്ങളുണ്ട്. താൻ നിരപരാധിയാണെങ്കിൽ അത് തെളിയിക്കപ്പെടേണ്ടത് എവിടെയാണ്? തെരുവോരങ്ങളിലല്ല, ആണോ? അത് തേക്കങ്കാട് മൈതാനത്തല്ല. അത് തെളിയിക്കപ്പെടേണ്ടത് ബഹുമാനപ്പെട്ട കോടതിയുടെ സമക്ഷമാണ്, ട്രയൽ വേളയിലാണ്. ആ ട്രയൽ വേളയിൽ തെളിയിക്കപ്പെടുന്ന സമയത്ത് പ്രോസിക്യൂട്ടർ മാത്രം പറയുന്നത് മാത്രം കേട്ടാൽ മതി എന്ന് പറഞ്ഞാൽ അതെന്ത് ന്യായമാണ്? ജസ്റ്റിസിന്റെ അർത്ഥം എന്താണ്? ആ ഈക്വൽ ജസ്റ്റിസ് എല്ലാവർക്കും ലഭിക്കണമെങ്കിൽ ട്രയൽ സമയത്താണ് തന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത്. ദിലീപ് കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന കാര്യത്തിൽ സംശയം ആർക്കുമില്ല. ഇവിടെ ഇരയാക്കപ്പെട്ട നടി പറയുന്ന ഇരയാക്കപ്പെട്ട പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്ന എപ്പോഴാണ് മിസ്റ്റർ നികേഷ്? യഥാർത്ഥ കുറ്റവാളി ശിക്ഷിക്കപ്പെടുമ്പോഴല്ലേ? മറിച്ച് ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുമ്പോഴാണ് നീതി ലഭിക്കുന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് വ്യക്തിവൈരാഗ്യമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇവിടെ ദിലീപ് എപ്പോഴാണ് പ്രതിയാക്കപ്പെട്ടത്? ദിലീപ് പ്രതിയാക്കപ്പെടുന്നത് 1.5 മാസത്തിന് ശേഷമാണ്. ശ്രീ പൾസർ സുനി ഒരു കത്ത് വെളിയിലേക്ക് വിടുമ്പോഴാണ്. പൾസർ സുനി ആദ്യം പറയുകയാണ് ദിലീപാണ് ഇത് ജയിച്ചതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉൾപ്പെടെ ഉള്ളവർ ദിലീപിനെതിരെ സംസാരിക്കുമായിരുന്നു. 1.5 മാസത്തിന് ശേഷം ആളൂരും ഞാനും നമ്മുടെ ചർച്ചയ്ക്ക് നികേഷാണ് ഡിബേറ്ററായിട്ട് അന്ന് വിടുന്നത്. നികേഷ് ഓർക്കുന്നുണ്ടാവും, വളരെ വിവാദമായ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തൊരു ചർച്ചയായിരുന്നു അത്. എനിക്കെതിരെ ആളൂർ 1 കോടി രൂപയ്ക്ക് നോട്ടീസ് അയച്ച സംഭവം. അപ്പം ഈ പൾസർ സുനിയെ കോടതിയിൽ അല്ലെങ്കിൽ ജയിലിൽ സന്ദർശിച്ചത് ആരാണ്? ദിലീപിന്റെ പേര് പറഞ്ഞൊരു കത്തയക്കുന്നു. ഇന്ന് വിവാദ നായകനായ ഈ പറഞ്ഞ അഡ്വക്കേറ്റ് 1ാം വർഷ LLB വിദ്യാർത്ഥി ബിപിൻലാൽ എന്ന് പറഞ്ഞൊരു വാചകമുണ്ട്. ആ ബിപിൻലാൽ ഇപ്പൊ മൊഴി നിർത്തിയിട്ടുണ്ട്. ആ ബിപിൻലാൽ പറഞ്ഞത് എന്താണ്? ഇത് ദിലീപ് ഏട്ടനെ കൊടുക്കാൻ വേണ്ടി എന്നെ കൊണ്ട് ജയിച്ചതാണെന്ന്. ആര് ജയിച്ചു? അതേക്കുറിച്ച് അന്വേഷണമില്ല. അന്വേഷണം ഏകപക്ഷീയമായിരുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞാൽ അതിന് സംശയിക്കാൻ പറ്റുമോ നികേഷ്? ഇവിടെ ഹരീഷ് വാസുദേവൻ ആദ്യമേ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒരു ഏകപക്ഷീയമായ ഒരു തീരുമാനം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ സംശയിക്കുന്നു. ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞത് എന്താണ്? വളരെ കറക്റ്റ് അല്ലേ? രാഹുൽ ഈശ്വറിന്റെ നിരീക്ഷണം വളരെ കറക്റ്റ് അല്ലേ?
യഥാർത്ഥ കുറ്റവാളി ശിക്ഷിക്കപ്പെടണം നികേഷ്, അതിന് സംശയം. ഞങ്ങളാരും ഇരയായ പെൺകുട്ടിക്ക് എതിരല്ല, ഞങ്ങളാരും പബ്ലിക് പ്രോസിക്യൂട്ടർ എതിരല്ല. പക്ഷേ തങ്ങൾക്ക് തോന്നുമ്പോൾ കോടതി മാറണമെന്ന് പറഞ്ഞാൽ ഇതെന്താ ഡ്രസ്സ് മാറുന്നത് കുഞ്ഞുകളിയാണോ? ഇതൊരു തെറ്റായ ഇത് അങ്ങനെ ഒരു കുഞ്ഞുകളി അല്ല എന്ന് മാത്രമല്ല, ഇതൊരു കുഞ്ഞുകളിയായി വാദിക്കാനും പോലും പാടില്ല. ശ്രീ സജി നന്ദിയാട്ട്, താങ്കൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ 8 ദിവസം നേരത്തെ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ സുപ്രീം കോടതി വിധി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് വേഴ്സസ് ഗുർമിത് സിംഗ് എന്ന കേസിലെ വിധി. അതിനകത്ത് പറയുന്നത് ഈ ട്രീറ്റ്മെന്റ് ഓഫ് ദ വിക്ടിംസ് ഓഫ് സെക്ഷൽ അസോൾട്ട് ഇൻ ദ കോർട്ട് ഡ്യൂറിംഗ് ദർ ക്രോസ് എക്സാമിനേഷൻ എന്നുള്ളതാണ്. ആ പാരഗ്രാഫ് ഏതാണ്ട് 1 പേജോളം വരും. ആ പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്? ഇങ്ങനെയുള്ള സെക്ഷൽ വിക്ടിമിനെ കോടതി മുറികൾക്കുള്ളിൽ അവൾക്ക് അപരിചിതമായ ഒരിടത്തു വെച്ച് ഒരു കൂട്ടം ആളുകളുടെ മുന്നിൽ വെച്ച് ഈ അഭിഭാഷകർ കീറി മുറിക്കുമ്പോൾ അവരുടെ ഒരു സെൽഫ് എസ്റ്റീം ഉണ്ടല്ലോ, അത് വീണ്ടും വീണ്ടും ബലാത്കാരം ചെയ്യപ്പെടുന്നതിനെ കുറിച്ചാണ് ഈ ഒരു പേജ് വരുന്ന പാരഗ്രാഫ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ 8 ദിവസമാണ് 20ഓളം അഭിഭാഷകർ. ഞാനും ആ കോടതിയിലെ ഒരു സാക്ഷിയായിരുന്നു. ഒരു അഭിമുഖവുമായി ബന്ധപ്പെട്ട് അവിടെ ഞാൻ പോകുമ്പോൾ ഒരു 3-4 അഭിഭാഷകർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ നടി അവിടെ ക്രോസ് എക്സാമിനേഷൻ എത്തുമ്പോൾ 20 അഭിഭാഷകരുണ്ടെന്നാണ് പറയുന്നത്. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ് താനും. ഇതൊക്കെ ആ ഒരു ഇരയായി നമ്മൾ സ്വയം മാറിയാൽ മാത്രമേ നമ്മൾ ആ ഒരു അനുഭവം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയാണെങ്കിൽ മാത്രമേ ശ്രീ സജി നന്ദിയാട്ട് നമുക്കൊരു പൊതുജീവിതം ആകാൻ കഴിയൂ, ഒരു മനുഷ്യ ജീവിതം തന്നെ ആകാൻ കഴിയൂ. നികേഷ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, നാളെ രാവിലെ ദിലീപിന് നിരപരാധിയാണെന്ന് കോടതി വിധിച്ചാൽ ഉടനെ പറയുവാണ് ഈ കോടതി ശരിയല്ലെന്ന് പറയാൻ പറ്റുമോ? ദിലീപിനെ വിടൂ. ഞാൻ ഈ കേസിൽ ദിലീപിനെ കൊണ്ടുവരുന്നില്ല. ദിലീപ് നിരപരാധിയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനെന്ന് കൂട്ടിക്കോളൂ. പക്ഷെ അതല്ലല്ലോ വിഷയം. ഇവിടെ ഞാൻ നേരത്തെ ശ്രീ രാഹുൽ ഈശ്വറിന്റെ മുമ്പാകെ ചൂണ്ടിക്കാണിച്ച കാര്യം, ഇവിടെ ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്നത് സംബന്ധിച്ച് ആർക്കും തർക്കമില്ല. ആക്രമിച്ചയാൾക്ക് പോലും തർക്കമില്ല ഞാൻ ആക്രമിച്ചിരിക്കുന്നുവെന്ന്. അപ്പോൾ അത്രയും ക്രൈമെങ്കിലും എടുക്കൂ നിങ്ങൾ, അത്രയും ക്രൈമെങ്കിലും പ്ലീസ്. എന്താ നികേഷ് എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളല്ല സ്ത്രീ വിരോധികളാണോ? ഈ പെൺകുട്ടി ആക്രമിക്കപ്പെട്ടത് ആക്രമിക്കപ്പെട്ട ആളാരാണ്? ആക്രമിക്കുന്ന ആരാണ്? പൾസസുനിയാണ്. പൾസസുനിക്ക് അനുകൂലമായി കേരളത്തിലെ ഏതെങ്കിലും ഒരു സമൂഹത്തിലെ ഒരു വ്യക്തി അനുകൂലമായി പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ അതല്ലല്ലോ പ്രശ്നം. ഇവിടെ ദിലീപിനെ വിടുമെന്ന് നികേഷ് പറഞ്ഞല്ലോ. നികേഷ്, ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ദിലീപ് ഈ കേസിൽ പ്രതിയല്ലെങ്കിൽ ചർച്ച ഇവിടെ നിന്ന് എടുക്കുമോ? പിന്നെന്താ സംശയം എന്താ? അതാണ് ഞാൻ നേരത്തെ ശ്രീ രാഹുൽ ഈശ്വർ അത് ചൂണ്ടിക്കാണിച്ചു. നോക്കൂ, നമ്മളെ പോലെ സാധാരണക്കാരായ ആളുകളുടെ കേസുകൾ പോലും ഇമാതിരിയുള്ള വിഷയങ്ങളിൽ വരുമ്പോൾ അതാണ് സ്ത്രീക്ക് നൽകുന്ന സ്ത്രീയുടെ മാനത്തിന് നൽകുന്ന വില. കേരളം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവൻ. അതുകൊണ്ട് ഇതൊരു പ്രധാനപ്പെട്ട കേസ് തന്നെയാണ്. അതിനകത്ത് നടിയോ ദിലീപോ ഒന്നുമില്ല സാർ. എന്റെ നികേഷ്, ഞാൻ ചോദിക്കുന്നത് അതല്ല. ഞങ്ങൾ ആരും സ്ത്രീ വിരോധികളല്ല. ഈ പെൺകുട്ടിക്കെതിരല്ലോ. ഞങ്ങൾ തെളിയിക്കൂ ശ്രീ സജി നന്ദിയാട്ട്. ഈ കേസിൽ നിങ്ങൾ ആ നടിക്ക് നീതി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യും. വാ കൊണ്ട് വേറെ എന്തെങ്കിലും പറഞ്ഞോളൂ, മനസ്സുകൊണ്ടെങ്കിലും ആഗ്രഹിക്കൂ ആ നടിക്ക് നീതി കിട്ടണം, ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം. നികേഷ്, ഒരു കാര്യം മനസ്സിലാക്കണം. നികേഷ് സംസാരിച്ച് പോകുമ്പോ നികേഷിന് ഇഷ്ടമുള്ളത് പറയുമ്പോൾ ഞങ്ങളാരും മനുഷ്യരല്ലെന്നുള്ള രീതി സംസാരിക്കാൻ പാടില്ല. ഞങ്ങൾ എന്താണ് പറയുന്നത്? ഈ പെൺകുട്ടിയെ ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് നീതി ലഭിക്കണമെങ്കിൽ യഥാർത്ഥ കുറ്റവാളി ശിക്ഷിക്കപ്പെടണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ദിലീപ് കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ദിലീപ് കുറ്റവാളിയാണ് എന്ന് തീരുമാനിക്കുന്നത് ഞാനോ നികേഷോ ആണോ? നാം തീരുമാനിക്കുന്ന ബഹുമാനപ്പെട്ട കോടതിയാണ്. എങ്ങനെയാ തീരുമാനിക്കുന്നത്? തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മിസ്റ്റർ നികേഷ്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അതല്ലാതെ ചാനൽ ചർച്ചയുടെ അടിസ്ഥാനത്തിലല്ല. ഈ ചാനലിൽ വന്നിരുന്ന കുറെ ചർച്ചകൾ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലല്ല. കോടതിക്ക് വേണ്ടത് എവിഡൻസ് ആണ്. എവിഡൻസ്, ആ എവിഡൻസ് എവിടെ എന്നാണ് കോടതി ചോദിക്കുന്നതെങ്കിൽ ആ ട്രയൽ നടക്കുമ്പോൾ ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി ശിക്ഷിക്കും. ഒരു വനിതയാണ് അവിടെ ജഡ്ജിയായിരിക്കുന്നത്. ആ വനിതയ്ക്ക് എന്താണ് പറയാനുള്ളത് പറയാൻ നിയമം അനുവദിക്കുന്നില്ല. പക്ഷേ അവർ റിട്ടയർ ആയതിനു ശേഷം പറയും. ഇപ്പൊ കമാൽ പാഷ എന്തൊക്കെ പറയുന്നുണ്ട് നമ്മുടെ പൊതുസമൂഹത്തോട്? അദ്ദേഹം പറയുന്നത് ഭൂരിപക്ഷം പൊതുസമൂഹം എടുക്കുന്നു, ചിലർ വിമർശിക്കുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ഒരു ജസ്റ്റിസ് വിരമിക്കുമ്പോൾ മാത്രമാണ് അവരുടെ ഈ അഭിപ്രായം. നാളുകളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇരിക്കുന്ന ഈ ജഡ്ജിക്ക് പറയാനുള്ളത് റിട്ടയർമെന്റിന് ശേഷം നമുക്ക് കേൾക്കേണ്ടി വരും. ഞാൻ പറഞ്ഞത് ഇവിടെ നീതി നടപ്പാക്കണം എന്ന് തന്നെയാണ്. ഒരു സംശയം വേണ്ട. ഇവിടെ ആരും ഇരയായ പെൺകുട്ടിക്ക് പക്ഷേ ഇന്നയാൾ പ്രതിയായേ പറ്റൂ, ഇന്നയാൾ ശിക്ഷിക്കപ്പെട്ടേ പറ്റൂ എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടല്ലോ, അതങ്ങ് കൈവച്ചാൽ മതി. ഹരീഷ് വാസുദേവൻ ഇപ്പോൾ ശ്രീ സജി നന്ദിയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ 33-ാമത്തെ പാരഗ്രാഫിൽ
വിധിന്യായം പറയുന്നത് ഇറ്റ് ഹാസ് ടൈം ആൻഡ് അഗെയിൻ ബീൻ സ്റ്റേറ്റഡ് ദാറ്റ് ദ ഡ്യൂട്ടി ഓഫ് ദ പ്രോസിക്യൂട്ടർ ഇസ് നോട്ട് ടു സീക്ക് കൺവിക്ഷൻ അറ്റ് ഓൾ കോസ്റ്റ് or be an avenging angel for the victim, but to ensure that justice is delivered എന്നാണ്. കോടതിയെ ജസ്റ്റിസ് ഡെലിവർ ചെയ്യാൻ വേണ്ടി സഹായിക്കുക എന്നുള്ളത് മാത്രമാണ് പ്രോസിക്യൂട്ടർ. എങ്ങനെയെങ്കിലും ശിക്ഷിച്ച് കിട്ടണം ഒരു നിലപാടുമായിട്ട് പോകരുത്, ആ നിലയുള്ള ഒരു കാലുഷ്യം ഉണ്ടാക്കരുത് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ unless the court and the prosecutor work in sync, it will result in either the guilty escaping from the clutches of law or the innocent being punished എന്ന നിലയിലാണ് പറയുന്നത്. നോക്കൂ, അതൊരു പ്രധാനപ്പെട്ട ധർമ്മമല്ലേ പ്രോസിക്യൂട്ടറുടെ. ഇതിപ്പോൾ വാശി കൂടി, ദിലീപുണ്ട് അപ്പുറത്ത്, ഇപ്പുറത്ത് ഇരയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാശിയിലാണോ ഈ ഒരു ജുഡീഷ്യൽ സിസ്റ്റം വർക്ക് ചെയ്തതെന്നുള്ള ധ്വനി ഇതിനകത്തുണ്ടോ? നോക്കൂ നികേഷ്, ഇവിടെ ആരാണ് ഏതെങ്കിലും ഒരു പ്രതി ഇതിനകത്ത് ശിക്ഷിക്കപ്പെടണം എന്ന് പറയുന്നത്? ഈ വിധിന്യായത്തിൽ എവിടെയെങ്കിലും അങ്ങനെ ഏതെങ്കിലും ഒരു പ്രതിക്ക് അനുകൂലമായിട്ടാണ് ജഡ്ജി എന്ന് പറഞ്ഞോ? എവിടെയെങ്കിലും പറഞ്ഞോ? ഏതെങ്കിലും ഒരു പ്രതിയുടെ കാര്യത്തിൽ കുറച്ച് കൺസിഡറേഷൻ കൂടുതൽ ഈ ജഡ്ജിക്കുണ്ട് എന്ന് എവിടെയെങ്കിലും ഒരു ആക്ഷേപം ആർക്കെങ്കിലും ഉണ്ടോ? പരാതിക്കാർക്കുണ്ടോ? സർക്കാരിനുണ്ടോ? ഇല്ല. ഇത് മൊത്തം ജഡ്ജിയുടെ പ്രവർത്തനങ്ങൾക്കകത്തുള്ള നീതിരഹിതമായ പ്രവൃത്തി ഉണ്ടെന്ന് പ്രോസിക്യൂട്ടറും പരാതിക്കാരിയും ചൂണ്ടിക്കാണിക്കുന്നു. നികേഷ് തന്നെ വായിച്ച പാരഗ്രാഫ് 29 പറയുന്നു, അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് ഗൗരവകരമാണ്, അത് നടക്കാൻ പാടില്ലായിരുന്നു. എന്നിട്ട് അടുത്ത വാചകം എന്താ? ഈ പാമ്പിനെയും അതുപോലെ പാമ്പ് തിന്നുന്ന തവളയെയും ഒരുപോലെ കണക്കാക്കിക്കൊണ്ട് പറയുന്നു, അങ്ങനെ ഇനിയൊന്നും ഉണ്ടാവരുത് കേട്ടോ എന്ന്. എനിക്ക് ആ ജഡ്ജ്മെന്റിനോടുള്ള വിധിന്യായത്തോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തുമ്പോഴും പറയട്ടെ, എനിക്കത് ഡൈജസ്റ്റ് ആവുന്നില്ല. എന്തുകൊണ്ടാണ് ഡൈജസ്റ്റ് ആവാത്തതെന്ന് വെച്ചാൽ അത് യുക്തിസഹമായ ഒരു കൺക്ലൂഷൻ അല്ലാത്തതുകൊണ്ടാണ്. ഇനി ഞാൻ ഈ ചർച്ചയിൽ എന്തിനാണ് ദിലീപിനെ വലിച്ചഴിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനകത്ത് പല കേസിലെയും പ്രതിയെ പോലെ ഈ കേസിലെ ഒരു പ്രതിയാണ് ദിലീപ്. ദിലീപ് വളരെ പവർഫുൾ ആണ്. അതുകൊണ്ട് ഈ കേസിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ചില ഇടപെടൽ ഉണ്ടാകുമെന്ന് പരാതിക്കാരി സംശയിച്ചു. അതിന് നമ്മൾ ഒരു വലിയ തോതിലുള്ള ഒരു സംവിധാനം ഒരുക്കി, ഒരു സ്പെഷ്യൽ കോർട്ട് വേണമെന്ന് പറഞ്ഞു. ആ സ്പെഷ്യൽ കോർട്ട് ഉണ്ടാക്കി. കാരണം വളരെ ഗൗരവമുള്ള ഒരു വിചാരണയായതുകൊണ്ട് അത് ഗൗരവമായി തന്നെ നടക്കണമെന്ന് കണക്കാക്കി. ഞാൻ ചോദിക്കട്ടെ, വളരെ ലളിതമായൊരു ചോദ്യം. നാളെ ഇത് മറ്റൊരു ജഡ്ജി കേൾക്കുന്നു, ഈ വിചാരണ തുടങ്ങുന്നു വെക്കുക, ഇത് തുടക്കത്തിലെ തന്നെ വീണ്ടും ചെയ്യണോ? വേണ്ടല്ലോ. ഇന്നലെ വരെ വിസ്തരിച്ച സാക്ഷികളുടെ അവിടുന്ന് തുടർച്ചയായി നാളെ വേറൊരു ജഡ്ജി ഈ വിസ്താരവുമായി മുന്നോട്ട് പോകുന്നു. ഏതെങ്കിലും ഒരു പ്രതിക്ക് അതിന്റെ പേരിൽ നീതി നിഷേധിക്കപ്പെടുമോ? അത് എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. ഏതെങ്കിലും ഒരു ജഡ്ജി ഈ വിചാരണ മറ്റൊരു ജഡ്ജി ഇത് നടപ്പാക്കുന്നു നാളെ മുതൽ, ഏതെങ്കിലും പ്രതിക്ക് ഇതിനകത്ത് നീതി നിഷേധിക്കപ്പെടുമോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നീതി നിഷേധിക്കപ്പെടുക? എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത്? എന്താണ് ആ പറയുന്നതിന്റെ ന്യായം? വേറെ ഒരു ജഡ്ജി നാളെ മുതൽ, ഇന്ന് നിർത്തിയിടത്ത് മുതൽ നാളെ മുതൽ മറ്റൊരു ജഡ്ജി ഇത് വിചാരണ നടത്തും. ഞാൻ വേണമെന്നോ വേണ്ടാന്നോ ഒന്നും പറയുന്നില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, വേറൊരു ജഡ്ജി ഈ വിചാരണ മുന്നോട്ട് കൊണ്ടുപോയാൽ ആർക്കാണ് പ്രശ്നം? എന്താണ് പ്രശ്നം? ലളിതമായി പറയും. പക്ഷെ അതിനൊരു മറുഭാഗവും ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ. ശരിയാണ്, ഈ കോടതിയിൽ നിന്ന് വേറൊരു കോടതിയിലേക്ക് കാര്യങ്ങൾ മാറിയാൽ എന്താണ് തകരാറ് എന്ന ചോദ്യം യുക്തിസഹമാണ്. അതേപോലെ തന്നെ യുക്തിസഹമാണ് മറ്റേ ചോദ്യവും. അതായത് ഈ കോടതിയെ ബയസാണ് എന്ന് മേൽക്കോടതി വിധി എഴുതിയാൽ പിന്നെ ആ കോടതിയിലുള്ള ജുഡീഷ്യൽ ഓഫീസർ, ആ കോടതി തന്നെയും പിന്നെ ബയസാണ് എന്നുള്ളത് അംഗീകരിക്കപ്പെട്ട യാഥാർത്ഥ്യമായി മാറുകയല്ലേ ചെയ്യുന്നു. ഒരു ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ഒരു ജുഡീഷ്യൽ ഓഫീസർക്ക് അങ്ങനെ താഴേക്കടയിലുള്ള ജുഡീഷ്യൽ ഓഫീസർ എല്ലാം തന്നെയും ബയസ്ഡ് ആണ് എന്ന് വിധി എഴുതാൻ എളുപ്പത്തിൽ സാധിക്കുമോ എന്നുള്ള ചോദ്യം പ്രധാനപ്പെട്ടത് തന്നെയല്ലേ. മാത്രമല്ല, ഇവിടെ അവസാനിക്കുന്നില്ല നിയമം എന്നറിയാവുന്ന മേൽക്കോടതി അവധാനതയോടുകൂടിയല്ലേ ഇങ്ങനെയുള്ള കേസ് കൈകാര്യം ചെയ്യുകയുമുള്ളൂ. കത്വ കേസിൽ പരാതിക്കാരിയുടെ ആക്ഷേപം അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ ആവശ്യം വിചാരണ കാശ്മീരിന് പുറത്തുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റണം എന്നായിരുന്നു. അത് അനുവദിച്ച കോടതി ആ ജഡ്ജിയെ സംശയിച്ചോ? ഇനി ആ ജഡ്ജി കേസുകളൊന്നും അതിനുശേഷം കേട്ടില്ലേ? ഗുജറാത്ത് കൊലപാതക കേസ് ഗുജറാത്ത് കോടതിയിൽ നടത്തിയാൽ നീതി ലഭ്യമാകില്ല എന്നറിഞ്ഞ് മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റുന്നു. അവിടെ ആ ജഡ്ജിമാരും പിന്നെ പണിയെടുക്കാതിരിക്കുകയായിരുന്നോ? ആ ജഡ്ജിമാര് കേൾക്കുന്ന മറ്റ് കേസുകളിൽ പ്രതികൾ വന്നിട്ട് പറഞ്ഞോ, ഇല്ല ഈ ജഡ്ജി വേറെ കേസ് കേൾക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് രാജിവെച്ച് പോകണമെന്ന് പറഞ്ഞോ? എത്ര കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട്? ബോംബെയിൽ നടന്ന കേസുകൾ, എത്ര കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട്? ഈ രാജ്യത്തുണ്ട്. പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി
ചില കേസുകൾ, ചില ട്രയലുകൾ അവിടെ നടത്താൻ. ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചാൽ നികേഷ് ഇതിന്റെ ലളിതമായ യുക്തി മനസ്സിലാവും. ഒരു സ്ത്രീ വനിതാ ജഡ്ജി കേൾക്കണമെന്ന് പറഞ്ഞു, കോടതി അംഗീകരിച്ചു, വനിതാ ജഡ്ജി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വിചാരണ നടക്കുന്നു. അപ്പൊ ബാക്കി കേസുകൾ നടക്കുന്നതെല്ലാം ആൺ ജഡ്ജിമാരുടെ മുമ്പിലാണല്ലോ. കേരളത്തിലെ ആൺ ജഡ്ജിമാരൊക്കെ മോശക്കാരാണോ? ഈ ഒരു ജഡ്ജിയെ സെലക്ട് ചെയ്യുക വഴി മറ്റ് ജഡ്ജിമാരെല്ലാം ബയാസ്ഡ് ആണ്. സ്വാഭാവികമായി ഈ കേസ് നടക്കേണ്ടത് ഏതെങ്കിലും ഒരു പ്രിൻസിപ്പൽ സെഷൻസിലാണ്. ആ പ്രിൻസിപ്പൽ സെഷൻസ് ശരിയല്ലാത്തതുകൊണ്ടാണോ ഈ ജഡ്ജിയെ ഹൈക്കോടതി നിയോഗിച്ചത്? അപ്പോൾ അവിടെ കേസൊന്നും നടക്കുന്നില്ലേ? അവരാരും ഇപ്പൊ വേറെ കൊലക്കേസും റേപ്പ് കേസൊന്നും കേൾക്കുന്നില്ലേ? എനിക്കറിയാൻ വയ്യ. ലളിതമായ യുക്തിയാണിത്. അല്ല, അതൊരു യുക്തിയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഞാൻ അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു. ധന്യ രാജേന്ദ്രൻ, ധന്യ, ഇന്നിപ്പോ നോക്കൂ, പ്രത്യേക കോടതിയിൽ തന്നെ വിചാരണ നടക്കട്ടെ, കോടതി മാറ്റേണ്ടതില്ല എന്ന തീരുമാനമെടുത്തിരിക്കുന്നു. തിങ്കളാഴ്ച വീണ്ടും വിചാരണ പുനരാരംഭിക്കാനും ഹൈക്കോടതി നിർദ്ദേശിക്കുന്നു എന്നത് മാത്രമല്ല, സമാന്തരമായി അമ്മയുടെ യോഗം ചേരുന്നുണ്ട്. അമ്മ പറയുന്നത് ഇടവേള ബാബുവിനെതിരെ നടപടി വേണ്ടതില്ല, ബിനീഷ് കോടിയേരിക്കെതിരെ നടപടി വേണ്ടതില്ല, എന്നാൽ പാർവതി തെരുവോത്തിന്റെ രാജി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ ബാബുരാജ് അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. ബാബുരാജിനോട് മോഹൻലാൽ, അമ്മയുടെ പ്രസിഡന്റ്, പറയുന്നു ഭൂരിപക്ഷം പാർവതി തെരുവോത്തിന്റെ രാജി അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഭൂരിപക്ഷ തീരുമാനപ്രകാരം അത് അംഗീകരിക്കുന്നു. അതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഒരു ഏകപക്ഷീയമായ ഒരു സിസ്റ്റത്തിൻ്റെ, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഏകപക്ഷീയമായിട്ടുള്ള രീതിയിലുള്ള നടപടികളാണ് ഉണ്ടാകുന്നത് എന്നുള്ളൊരു ഫീല് ഇപ്പോൾ ആക്രമിക്കപ്പെട്ട നടിക്ക് ഉണ്ടായിപ്പോയാൽ അവരെ കുറ്റം പറയാനാകുമോ? ഇല്ല, തീർച്ചയായും ഇല്ല. ഈ AMMA എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ നമ്മൾ ഇതിനേക്കാളും കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അതായത് എടവേല ബാബുവിന്റെ എതിരെ അവർ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? അത് മാത്രമല്ല, രേവതി, പത്മപ്രിയ, രണ്ട് നടിമാർ അവർക്ക് ഒരു കത്ത് അയച്ചിരുന്നു അല്ലെ. അതായത് എന്തുകൊണ്ടാണ് എടവേല ബാബു ഇങ്ങനെ സംസാരിച്ചത്, അമ്മ AMMA അതിന്റെ മേലെ ആക്ഷൻ എടുക്കുമോ എന്ന്. അതിനെക്കുറിച്ച് ഇന്നത്തെ മീറ്റിംഗിൽ നിന്ന് ഒന്നും കേട്ടില്ല. അതായത് അവരുടെ പ്രസ് റിലീസിൽ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അപ്പൊ ആ ഒരു ഓർഗനൈസേഷനിൽ നിന്നും അത്രയ്ക്ക് മാത്രമേ നമുക്ക് പ്രതീക്ഷയുള്ളൂ. സർവൈവർക്കും മാത്രമേ പ്രതീക്ഷയുള്ളൂ. അത് മാത്രമല്ല, അവരുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേര് ആ ഓർഗനൈസേഷൻ വിട്ടുപോകാനുള്ള കാരണം അത് തന്നെയാണല്ലോ. ഇന്ന് കോടതിയിൽ നടന്നത്, അതായത് ഈ ഹൈക്കോടതി ജഡ്ജ്മെന്റ് വായിക്കുമ്പോൾ ജഡ്ജ് പറയുന്നത് ഈ പ്രോസിക്യൂഷനും ഈ സർവൈവറും പിന്നെ സംസ്ഥാന സർക്കാരും പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇറ്റ് ഇസ് നോട്ട് ഗ്രൗണ്ട് ഇനഫ്. അതായത് അതായത് ഈ സർവൈവർ അവരുടെ മൊഴി കൊടുക്കുമ്പോൾ ഓൾമോസ്റ്റ് 39 ലോയേഴ്സ് ഉണ്ടായിരുന്നു കോടതിയിൽ എന്നാണ് സർവൈവർ പറഞ്ഞത്. അപ്പൊ ഹൈക്കോടതി ചോദിക്കുന്നു, അതൊരു തെറ്റായി പോയെങ്കിൽ പോലും അതൊരു കാരണമല്ല ഈ കോടതിയിൽ നിന്ന് ഈ വിചാരണ മാറ്റാൻ എന്നാണ്. അപ്പൊ തീർച്ചയായും ഇത് അവർക്കൊരു സെറ്റ് ബാക്ക് തന്നെയാണ്. ഇനി മുന്നോട്ട് അവർ അപ്പീലിന് പോകുമോ അല്ലെങ്കിൽ ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ കേസ് വാദിക്കുമോ എന്ന് പോലും നമുക്കറിയില്ല. എങ്ങനെയാണ് അങ്ങനെ വാദിക്കാതിരിക്കാൻ കഴിയുക? ഇതിനകത്ത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറിന് പോലും ഒരു സന്ദേശമുണ്ട്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എങ്ങനെയെങ്കിലും കേസ് ജയിപ്പിച്ചെടുക്കാനല്ല ശ്രമിക്കേണ്ടത്, കോടതിയെ കുറ്റം പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ പ്രതിഭാഗത്തിനും ഒരു സന്ദേശം കോടതി നൽകുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും സിങ്കിൽ പ്രവർത്തിച്ചാൽ മാത്രമാണ് നീതി ലഭ്യമാവുക, അല്ലെങ്കിൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായേക്കാം എന്നുപോലും കോടതി ശങ്കിക്കുന്നു. അപ്പോൾ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ പ്രോസിക്യൂട്ടർ കേസ് ഇട്ടിട്ട് പോകുമെന്നുള്ളത് നമുക്ക് ആഗ്രഹിക്കാൻ പോലും ആകില്ല. ഇല്ല, നോക്കൂ, ഈ സിങ്ക് ഇല്ലാത്തത് കൊണ്ടാണല്ലോ പ്രോസിക്യൂട്ടർ ആക്ച്വലി ഈ കേസ് മാറ്റണം എന്ന് പറഞ്ഞത്. അതായത് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടത് എന്താണ്? പലപ്പോഴും അവർ കൊടുത്ത പെറ്റീഷനുകളിൽ കോടതി ഒരിക്കലും വിചാരണ നടത്തിയില്ല. പിന്നെ വിറ്റ്നസ്സുകൾ, ഒരു പ്രത്യേക വിറ്റ്നസ് മൊഴി മാറിയപ്പോൾ കോടതി അതിൽ ശരിക്കും ഇടപെട്ടില്ല. അങ്ങനെ പല കംപ്ലയിന്റ്സ് ആണ് പ്രോസിക്യൂട്ടർക്ക് ഉണ്ടായത്. അതിൽ കോടതിയും ഈ ജഡ്ജും പ്രോസിക്യൂട്ടറും ഈ ജഡ്ജുമായി തീരെ സിങ്ക് ഇല്ല എന്ന് മാത്രമല്ല, അവർ തമ്മിൽ ഒരു അക്രോണിമസ് റിലേഷൻഷിപ്പ് ഉണ്ടായപ്പോഴാണ് ഇവർ ഇങ്ങനെ ഒരു പെറ്റീഷൻ കൊടുത്തത്. ഇനിയിപ്പോൾ ഹൈക്കോടതി പറയാണ് ഇത് പറ്റില്ല, മൺഡേ തന്നെ ഈ ട്രയൽ ആരംഭിക്കണം. അപ്പോൾ ഇനിയിപ്പോ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ഒരു തീരുമാനം എടുക്കാമല്ലോ, അദ്ദേഹത്തിന് ഈ കേസ് മുന്നോട്ട് പോകണമോ, ഈ കേസ് വാദിക്കണോ എന്ന് അദ്ദേഹത്തിന് ഒരു തീരുമാനം എടുക്കാമല്ലോ. പിന്നെ അത് മാത്രമല്ല, സ്റ്റേറ്റ് ആണ് തീരുമാനിക്കേണ്ടത് അവർക്ക് അപ്പീലിന് പോകണോ ഈ കേസ്. ഇവിടെ ധന്യ, വേറൊരു രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സാക്ഷിയെ കോടതി മുറിക്കുള്ളിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയി എന്നുള്ളത്. രണ്ട്, KP ഗണേഷ് കുമാർ MLA PA ഒരു സാക്ഷിയെ തേടി കാസർഗോഡ് വരെ പോയത് നിരവധി സാക്ഷികളെ മൊഴി മാറ്റി എന്ന തരത്തിൽ അവരിൽ നിന്ന് തന്നെ നമുക്ക് പ്രതികരണം ലഭിക്കുന്നത് ജീവിതത്തിലെ സമാധാനമാണ് മറ്റേതിനേക്കാളും വലുത് എന്നുള്ള നിലയിൽ അവർ പ്രതികരണം നൽകുമ്പോൾ അവരുടെ സമാധാനത്തിന് ആവശ്യമായ കാര്യങ്ങളാണ് അവർ ചെയ്തതെന്നാണല്ലോ അനുമാനിക്കേണ്ടത്. ഇതൊന്നും പക്ഷേ ഈ വിധിയിൽ കാണുന്നില്ല, ഇതൊന്നും ഇവിടെ ഉയർത്തിയിട്ടുമില്ല എന്നാണ് തോന്നുന്നത്.
നോക്കൂ, ഇത്തരം വിഷയങ്ങൾ പിന്നെ വേറെ എവിടെയാണ് ഉയർത്താനാവുക? ഇല്ല, ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. ഞാൻ അതാണ് ആദ്യം മുതലേ ഈ കേസിൽ പറയുന്നത്. ഈ കേസിൽ ഒരു ഗാഗ് ഓർഡർ വാങ്ങുകയും പിന്നീട് ഇതിനെക്കുറിച്ച് ആരും റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നൊരു അവസ്ഥയിലായിരുന്നു ഈ കേസ്. ഇപ്പോൾ ഇത് ഹൈക്കോടതിയിൽ പോയതുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഇത്രയും കാര്യങ്ങളെങ്കിലും ചർച്ച ചെയ്യാൻ പറ്റുന്നത് ഈ കേസിനെ കുറിച്ച്. ഈ ജഡ്ജ്മെന്റ് ആക്ച്വലി നോക്കിയാൽ പ്രോസിക്യൂഷൻ വിറ്റ്നസ് നമ്പർ 7, ഈ വിറ്റ്നസിനോട് ജഡ്ജ് അപമര്യാദയെ പെരുമാറി എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഹൈക്കോടതി ജഡ്ജ് പറയുന്നത് ഇത് പ്രൂവ് ചെയ്യാനുള്ള ഒരു സബ്സ്റ്റൻസും നിങ്ങൾ തന്നിട്ടില്ല എന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ കൊടുത്ത പെറ്റീഷനിലും ഇനഫ് എവിഡൻസോ അല്ലെങ്കിൽ സബ്സ്റ്റൻസോ അവർ കൊടുത്തിട്ടില്ലായിരിക്കാം. അതുകൊണ്ടുകൂടി ആയിരിക്കാം ഹൈക്കോടതി ജഡ്ജിക്ക് ഇത് തോന്നിയിട്ടുണ്ടാവുക. എനിക്ക് ആക്ച്വലി മനസ്സിലാവാത്ത പല കാര്യങ്ങളുണ്ട്. അതായത് മറ്റൊരു പെറ്റീഷൻ ഉണ്ട് ഈ ട്രയൽ കോർട്ടിൽ, ദിലീപിന്റെ ബെയില് ക്യാൻസൽ ചെയ്യണമെന്നൊരു പെറ്റീഷൻ ഉണ്ട്. ആ പെറ്റീഷനിൽ പറയുന്നത് ഈ ഒരു സാക്ഷിയെ പിടിച്ചുകൊണ്ടുവന്ന വിഷ്വൽ CCTV-യിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. അതൊന്നും തന്നെ ഈ പെറ്റീഷനിൽ മെൻഷൻ ചെയ്യുന്നില്ല. അതായത് അതുകൊണ്ട് ഒരു ബെയിൽ ക്യാൻസലേഷൻ പെറ്റീഷൻ പ്രോസിക്യൂഷൻ കൊടുത്തിട്ടുണ്ട്, അത് ഈ ട്രയൽ ജഡ്ജ് കൺസിഡർ ചെയ്തില്ല. അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ചില പോയിന്റ്സും ഈ പെറ്റീഷനിൽ ഇല്ല. അതുകൊണ്ട് തന്നെയായിരിക്കും ഹൈക്കോടതി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. സർപ്രൈസിംഗ് തന്നെയാണ്. ശരി, ഞാൻ പറയാം ധന്യ. രാഹുൽ, ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉള്ളത് ഈ സാക്ഷികളെ മൊഴിമാറ്റുന്ന കാര്യത്തിലാണ്. സാക്ഷികളെ കോടതിയിൽ നിന്ന് പിടിച്ചോണ്ട് പോവുക എന്നുള്ളതാണ്. ഒരു MLA-യുടെ PA സാക്ഷികളെയും തേടി കേരളത്തിൻ്റെ വടക്കേ അറ്റത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. അയാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ദിവസങ്ങളോളം ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. അത് കോടതിയിൽ കേസായി വരുന്നു എന്നുള്ളതാണ്. ഇതൊന്നും നമ്മൾ സാധാരണഗതിയിൽ ഒരു കേസിൽ കാണുന്നതല്ല. അവിടെയാണ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ഈ ഒരു നടൻ്റെ വിഷയം വരുന്നത്, അയാളുടെ ഇൻഫ്ലുവൻസിൻ്റെ കാര്യം വരുന്നത്, ശ്രീ രാഹുൽ ഈശ്വർ. അപ്പോൾ അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. എപ്പോഴും നമ്മൾ ആ നടന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, അയാൾ ചെയ്യുന്നത് എന്താണ് എന്നുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. സാർ, അങ്ങേ പോലെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ പറയുന്നത് വിഷമകരമാണ്. ശ്രീ ദിലീപ് ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ കുറ്റക്കാരനാണെന്നോ അദ്ദേഹത്തിനെതിരെയുള്ള തെളിവോ അദ്ദേഹം ഇതിലാണെന്നോ ഇതുവരെ നമ്മുടെ പബ്ലിക് ഡൊമൈനിലില്ല. അങ്ങനെ ഒരു കോടതി വിധിച്ചിട്ടില്ല. ഈ രണ്ട് അമ്മയെ കുറിച്ച്, 94 അമ്മയുടെ ആദ്യകാല മെമ്പേഴ്സിലൊന്നും കൂടിയായിരുന്നു ഞാനൊരു ബാലതാരമായിരുന്നുണ്ട്. എത്രമാത്രം AMMA എന്ന് പറഞ്ഞ അവർക്ക് അമ്മ എന്ന സ്റ്റാറ്റസ് കൊടുക്കാതിരിക്കാൻ വേണ്ടി പറയുന്ന ദൗർഭാഗ്യകരമാണ്. എനിക്ക് ധന്യോട് വലിയ ബഹുമാനമാണ് ആസ് എ ജേർണലിസ്റ്റ്, ശ്രീ ഹരീഷിനോട് വലിയ ബഹുമാനമാണ് ആസ് എ അഡ്വക്കേറ്റ്. അമ്മയൊക്കെ ചെയ്യുന്ന സാമൂഹ്യ സേവനവും ജനങ്ങൾക്ക് ഉപകാരം അല്ലെങ്കിൽ ആ പ്രത്യേക കലാരംഗത്തെ പ്രവർത്തനവും മറന്നുകൊണ്ട് ഇവരെല്ലാം ഒരു പാട്രിയാർക്കൽ ഓർഗനൈസേഷന്റെ ഭാഗമാണ് എന്ന് ചിത്രീകരിക്കുന്നതൊക്കെ വളരെ ദൗർഭാഗ്യകരമാണ്. പാർവതി എന്റെ കൂടെ വർക്ക് ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് പാർവതിയോട് ബഹുമാനക്കുറവൊന്നും ഉണ്ടായിട്ടല്ല പറയുന്നത്. പിന്നെ പൊതുസമൂഹത്തിൽ നിന്നോ സിനിമാ മേഖലയിൽ നിന്നോ അമ്മയെന്നോ ഒരു പുഷ് ബാക്ക് ഉണ്ടാകുന്നത് ശ്രീ ദിലീപ്, അദ്ദേഹത്തിനും കുട്ടിയും കുടുംബവും ഒക്കെ ഇല്ലേ? അദ്ദേഹത്തിനും പുതിയതായിട്ട് ദിലീപേണ്ണും കാവ്യക്കാണെങ്കിലും മോളും കാര്യങ്ങളും ഒക്കെ ഇല്ലേ? അദ്ദേഹം എത്രയോ ദിവസം ജയിലിൽ കിടന്നു. അദ്ദേഹത്തിന്റെ ആണ് എന്ന് ഇതുവരെ പ്ലയിക്കാൻ നിൽക്കുന്ന വീക്കായ പ്രൂഫ് മാത്രമേ ഉള്ളൂ. ഒരു ക്രിമിനലായ വ്യക്തി അദ്ദേഹത്തിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു, അദ്ദേഹം പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. ഒരു പക്ഷെ അയാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു പഴുതായിട്ടായിരിക്കാം. ശ്രീ ദിലീപ് ഇതിൽ പങ്കാളിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്ന് മാത്രമല്ല, അതിന് ഉപോത്ബലകമായ തെളിവുകളൊന്നും പബ്ലിക് ഡൊമൈനിൽ എന്തായാലും ഇല്ല. നടിക്ക് തീർച്ചയായും എല്ലാവിധ സപ്പോർട്ടും കിട്ടണം. പക്ഷെ ഒരു പുഷ് ബാക്ക് ഉണ്ടാകുന്നത് ശ്രീ ദിലീപ് എപ്പോഴും അതിന്റെ മുൾമുനയിൽ നിൽക്കുന്നത് കൊണ്ടും എല്ലാ കാര്യങ്ങളും ദിലീപ് ശിക്ഷിക്കണം എന്നൊരു ആറ്റിറ്റ്യൂഡ് എടുക്കരുത്. എന്ത് സംഭവിച്ചാലും ഇതിൽ ദിലീപ് ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ നീതി ഉണ്ടാകൂ എന്ന് കരുതുന്നത് വളരെ എക്സ്ട്രീമായ ഒരു സ്റ്റെപ്പാണ്. അങ്ങനെയല്ല, ആ നടി ശരി വളരെ വൈബ്രന്റ് ആണ്, ബഹുമാനമാണ്. ആ നടിക്ക് എല്ലാവിധ നീതിയും കിട്ടണം. ആ ക്രിമിനലുകൾ ശക്തമായി ശിക്ഷിക്കപ്പെടണം. പക്ഷെ ശ്രീ ദിലീപിനെ ഇതിൽ കൊടുക്കാനോ അല്ലെങ്കിൽ ദിലീപിനെ മനഃപൂർവ്വം ബന്ധിപ്പിച്ച് വീക്കായ സാധനം കൊണ്ട് ഒരു പുകമറ സൃഷ്ടിച്ച് ദിലീപിനെ ഇനിയും ഒരു ഹി ഷുഡ് നോട്ട് ബി എ വിക്ടിം ഓഫ് ഹിസ് സെലിബ്രിറ്റി സ്റ്റാറ്റസ്, അദ്ദേഹത്തിന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെ വിക്ടിമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെയാണ് സത്യസന്ധമായ ഒരു പുഷ് ബാക്ക് ഉണ്ടാകുന്നത്. ദിലീപേട്ടനെ കൊടുക്കാനായിട്ട് ഒരു പ്രത്യേക നറേറ്റീവ് ഉണ്ടാക്കുകയും ബാക്കിയുള്ള മൊഴികളെല്ലാം അതിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്തപ്പോഴാണ് അമ്മയിൽ നിന്നടക്കം ഒരു പുനർചിന്തനം വന്നത്. ഇത് മാറ്റേണ്ട ആവശ്യമില്ലേ? ഈ വ്യക്തിയെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ എങ്ങനെയാണ്? 3 മാസത്തോളം അദ്ദേഹം ജയിലിൽ കിടന്നതല്ലേ? അപ്പം ആ നടിക്ക് നീതി വേണം. അതിനർത്ഥം തെറ്റ് ചെയ്തു ഇതുവരെ തെളിയിക്കപ്പെടാത്ത ഒരു വ്യക്തിയെ എന്നും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി ഇയാൾ ഒരു മോശക്കാരനാണ് ചിത്രീകരിക്കുന്നതാണോ? എത്രയോ വർഷങ്ങളായി അങ്ങയുടെയും എന്റെയും ഒക്കെ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ദിലീപ്. എത്രമാത്രം നമ്മളോടെല്ലാം അടുത്തിടപെട്ടിട്ടുള്ള വ്യക്തിയാണ്. ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് ഇതുവരെ നമുക്ക് ബോധ്യപ്പെടുത്ത എന്തെങ്കിലും തെളിവോ എന്തെങ്കിലും ഡോക്യുമെന്ററി എവിഡൻസോ എന്തെങ്കിലും മൊബൈൽ എവിഡൻസോ എന്തെങ്കിലും ഡിജിറ്റൽ എവിഡൻസോ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോ അങ്ങനെ ഒരു വ്യക്തിയെ എപ്പോഴും സംശയത്തിന്റെ പുകമറയിൽ നിർത്തി സംസാരിക്കരുത്. നടിയോടൊപ്പം തന്നെയാണ്. പക്ഷെ അവളോടൊപ്പം എന്ന് പറയുമ്പോ അവനോടൊപ്പം അല്ല എന്നർത്ഥം വേണ്ട. അവൻ വീഴാലേ അവൾക്ക് നീതി കിട്ടൂ എന്ന് ധാരണ ഇടരുത്. ആ ക്രിമിനലുകൾ ശിക്ഷിക്കപ്പെടണം. പക്ഷെ ശ്രീ ദിലീപ് അല്ല. അതാണ് ഇതിന്റെ ക്രക്സ്. നമ്മൾ സാങ്കേതികത്വമൊക്കെ പറയാം, പക്ഷെ ഇതിന്റെ അടിസ്ഥാന ക്രക്സ് ശ്രീ ദിലീപ് ഇതിൽ കുറ്റക്കാരനല്ലെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം രാഷ്ട്രീയ, സിനിമ, കലാ, സാഹിത്യ രംഗത്തെ ആൾക്കാരുണ്ട്. ആ അത്തരത്തിലുള്ള ആൾക്കാരെ കളയരുത് അല്ലെങ്കിൽ നെഗ്ലക്ട് ചെയ്യരുത്.
ഇതുവരെ സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് ഒരു പ്രൂഫും ശ്രീ ദിലീപിനെതിരെ അറ്റ്ലീസ്റ്റ് പബ്ലിക് ഡൊമൈനിൽ വന്നിട്ടില്ല എന്ന കാര്യം മറക്കരുത്. പിന്നെ ഒരു വരി കൂടി, കത്തുവ കേസ് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ മറുഭാഗം വളരെ സ്ട്രോങ് ആണെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ സാക്ഷികളെ മൊഴിമാറ്റിക്കുന്നതിൽ, സാക്ഷികളെ ബലമായി പിടിച്ചുകൊണ്ടുപോകുന്നതിൽ, സാക്ഷികളെ തേടി ദിവസങ്ങളോളം വളരെ പ്രധാനപ്പെട്ട ജനപ്രതിനിധികളുടെ അടക്കമുള്ള പേഴ്സണൽ സ്റ്റാഫ് കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ അലയുന്നത്, ഇതൊക്കെ തെളിയിക്കുന്നത് ഇതിൻ്റെ ഒരു മറുഭാഗം വളരെ സ്ട്രോങ് ആണെന്നുള്ളതാണ്. അതിന് ഈ കേസൊന്നും പോരാ ശ്രീമതി ധന്യ. അല്ല, അത് മാത്രമല്ല, എത്ര ലാഘവത്തോട് വേണം പുഷ് ബാക്ക് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത്. ഇതാണോ പുഷ് ബാക്ക്? ഒരു കേസിൽ, അതായത് മഞ്ജു വാര്യർ പറയുന്നു അവരുടെ മകൾ വിളിച്ചു പറഞ്ഞു ഒന്നും അതായത് ഒരു അച്ഛനെ പഴിചാർത്തുന്ന രീതിയിൽ ഒന്നും പറയരുത് കോടതിയിലെന്ന്. 2, പോലീസ് പറയുന്നു ഒരു വിറ്റ്നസിനെ കോടതിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകാനുള്ള ശ്രമം നടന്നു എന്ന്. വേറെ വിറ്റ്നസുകൾ മൊഴി മാറ്റി പറഞ്ഞു എന്ന് പോലീസും പ്രോസിക്യൂഷനും പറയുന്നു. ഇതെല്ലാം തന്നെ ആരാണ് ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല. ഈ കേസിൽ അക്യൂസ്ഡ് ആയ ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ ആര് വേണമെങ്കിലും ചെയ്തിരിക്കാം. പക്ഷെ ഇതൊരു ക്രൈമാണ്. അതായത് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ഇന്ത്യയിൽ വളരെ സീരിയസ് ആയി എടുക്കുന്ന ഒരു സംഭവമാണ്. ഇതിനെ പുഷ് ബാക്ക് എന്നല്ല വിളിക്കേണ്ടത്. ഇതൊരു ക്രൈമാണ്. വിറ്റ്നസുകളുടെ സ്റ്റേറ്റ്മെന്റ് മാറ്റാനും അവരെ സ്വാധീനിക്കാനും അവരെ ഇന്റിമിഡേറ്റ് ചെയ്യാനും വേണ്ടി ഈ കേസിൽ ഏത് അക്യൂസ്ഡ് പ്രവർത്തിച്ചാലും ഇറ്റ് ഇസ് എ ക്രൈം, ഇറ്റ് ഇസ് നോട്ട് എ പുഷ് ബാക്ക്. ഇങ്ങനത്തെ വാക്കുകൾ ആദ്യമായി നമ്മൾ ലാഘവമായി ഉപയോഗിക്കരുത്. പിന്നെ അവളോടൊപ്പം എന്ന് പറയുമ്പോൾ അത് അവനോടൊപ്പം അല്ല. എന്തെന്നാൽ ഇവരെല്ലാവരും അക്യൂസ്ഡ് ആണ്. ദേ ആർ ഇന്നസെന്റ് ടിൽ പ്രൂവൻ ഗിൽറ്റി. അത് ശരി തന്നെയാണ്. പക്ഷെ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ഒരു കേസിൽ സംഭവിക്കുമ്പോൾ എന്തുകൊണ്ട് ആസ് എ സിവിൽ സൊസൈറ്റി, ആസ് ജേർണലിസ്റ്റ്, ആസ് മീഡിയ നമ്മൾ അതിൽ ഇടപെടാൻ പാടില്ലേ? അത് തെറ്റാണോ? ദിലീപിന്റെ ഇന്നസെൻസ് ഒറ്റ വരി മാത്രം. ധന്യാജി ഇത്രയും കവർ ചെയ്താണല്ലോ. ദിലീപേട്ടനെതിരെ എന്ത് ശക്തമായ തെളിവാണ് നമുക്കിത് ബന്ധിപ്പിക്കാൻ? ആ പ്രത്യേക ക്രിമിനൽ ഇത് ചെയ്യാൻ ദിലീപേട്ടൻ പ്രേരിപ്പിച്ചു എന്ന് തെളിയിക്കുന്ന എന്ത് കാര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്? 2, ഒരു മകൾ അച്ഛൻ ഇന്നസെന്റ് ആണെന്ന് വിശ്വസിക്കുന്ന ആ മകൾ തന്റെ അമ്മയോട് വിളിച്ച് ഈ ഹോൾ കേസിന്റെ നറേറ്റീവിൽ അമ്മയുടെ മൊഴി വരരുത് എന്ന് പറയുന്നത് ഒരു വിറ്റ്നസ് ഇൻഫ്ലുവൻസ് ഒന്നും അല്ല. അതൊരു മകളോട് അമ്മ വിളിച്ചു പറയുന്നതാണ്. നേരത്തെ ഒരു കാര്യം മാത്രം, ദിലീപേട്ടൻ എന്ത് രീതിയിലാണ് ഇതിൽ ഇൻവോൾവ് നമുക്ക് തെളിയിക്കാൻ കഴിയുന്ന പബ്ലിക് ഡൊമൈനിലുള്ള പ്രൂഫ് ഉള്ളത്? അല്ല, 2-3 കാര്യം പറയട്ടെ. ഒന്ന്, ഈ മകൾ അമ്മയെ വിളിച്ചു എന്നൊരു കാര്യം പറയുന്നുണ്ടല്ലോ. കുറച്ചു ദിവസം മുമ്പ് ഒരു കേസ് ഉണ്ടായിരുന്നു കേരളത്തിൽ. ഒരു അഖില എന്ന് പറഞ്ഞ പെൺകുട്ടിയെ അവരുടെ അച്ഛൻ കൊന്നു എന്നായിരുന്നു കേസ്. ആ കേസിൽ എന്തുകൊണ്ട് അച്ഛന് ശിക്ഷ കിട്ടിയില്ല? ആ കേസിലെ എല്ലാ വിറ്റ്നസുകളും അവരുടെ കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു. അവരുടെ ബ്രദർ ഇൻ ലോ എല്ലാവരും കോടതിയിൽ മാറ്റി പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടേ ഇല്ല. അതായത് ഈ അഖിലയെ ആരും കൊന്നില്ല എന്നാണ് അവസാനം നമുക്ക് മനസ്സിലാവുന്നത്. ബിക്കോസ് ആരെയും ശിക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളും അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ഒരു വിറ്റ്നസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കിയാൽ അത് തീർച്ചയായും ഒരു തെറ്റ് തന്നെയാണ്, ഒരു ക്രൈം തന്നെയാണ്. 2ാമത്തെ വിഷയം, ദിലീപിനെതിരെ എന്ത് എവിഡൻസ് ഉണ്ട് അത് പറയേണ്ടത് എന്റെ ആവശ്യമല്ല, അത് പ്രോസിക്യൂഷന്റെ ആവശ്യമാണ്. കോൺസ്പിറസി പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ കേസ്. പ്രോസിക്യൂഷൻ ഇതിൽ കോൺസ്പിറസി ഉണ്ട് എന്നാണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അത് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായും ദിലീപിന് ശിക്ഷ കൊടുക്കും. പക്ഷേ ഹരീഷ് വാസുദേവൻ, ഇവിടെ നോക്കൂ, ഈ കോടതിയിൽ നിന്ന് തനിക്ക് ആശ്രയത്വം ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നോക്കൂ, സാക്ഷികളെ സ്വാധീനിക്കുന്ന കേസിൽ നമ്മൾ ഈ വടക്കേ മലബാറിലൊക്കെ തന്നെയും ഈ പൊളിറ്റിക്കൽ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഇങ്ങനെയുള്ള സാക്ഷിമൊഴി മാറ്റലൊക്കെ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൊഴിമാറ്റം യഥാർത്ഥത്തിൽ ഈ പറയുന്ന നടിയെ ആക്രമിച്ച കേസിലാണ്. അതും വളരെ പ്രകടമായ രീതിയിൽ കോടതിയിൽ നിന്ന് പോലും വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു സ്ഥിതിവിശേഷം കേരളത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതാണോ? അങ്ങനെ ഉണ്ടോ എന്നുള്ളതൊരു പരിശോധന മേൽക്കോടതി നടത്തുന്നുണ്ടോ? ഇതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ കപ്പാസിറ്റിയുള്ള കോടതി പരിശോധിക്കുന്നുണ്ടോ? നികേഷ് ചോദിച്ച ചോദ്യത്തിന് മുമ്പ് മറുപടി പറയേണ്ട ഒരു കാര്യം രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യത്തിനാണ്. രാഹുൽ ഈശ്വർ ഒരു ചർച്ചയിൽ വന്നിരുന്ന് ചോദിക്കുകയാണ്, എന്ത് തെളിവാണ് ഒരാളെ വിചാരണയിലേക്ക് കൊണ്ടുപോകാൻ പൊതുസമൂഹത്തിന്റെ മുമ്പിലുള്ളത് എന്ന്. ഞാൻ ഈ കേസിന്റെ വിചാരണ ഒരു ചാനൽ മുറിയിലേക്ക് മാറ്റാനോ, ഈ വിചാരണയ്ക്ക് അനുകൂലമായിട്ടുള്ള വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന വിചാരണയിൽ ഏതെങ്കിലും തരത്തിൽ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാരണങ്ങളെ പറ്റിയും ഈ ചർച്ചയിൽ പറയാനോ തയ്യാറല്ല. കാരണം അതിനെതിരായിട്ടൊരു കോടതി വെച്ച് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ഏറ്റവും ബേസ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യം ഒരു ചർച്ചയിൽ വന്നിരുന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറയാൻ പറ്റുന്നത്? കാരണം ഒരാൾ പ്രതിയായാൽ, നാളെ രാഹുൽ ഈശ്വർ ഒരു കേസിൽ പ്രതിയായാൽ, ദിലീപ് പ്രതിയായാൽ, ഞാൻ പ്രതിയായാൽ, ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുക? അതിനകത്ത് എന്നെ കണക്ട് ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള ഒരു തെളിവ് പോലും ഇല്ല എന്ന് പറഞ്ഞ് അത് ക്വാഷ് ചെയ്യാൻ പോകും. ആ ക്വാഷ് ചെയ്യാൻ പോകുമ്പോൾ കേരള ഹൈക്കോടതി ആ കേസിൽ 482 ഇരുന്നുകൊണ്ട് ഈ പ്രൊസീഡിങ്സ് മുഴുവൻ വിളിച്ചു വരുത്തും. ചാർജ് ഷീറ്റ് വായിച്ചു നോക്കും.
അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പരിശോധിക്കും, കേസ് ഡയറി പരിശോധിക്കും. ഇതെല്ലാം കഴിഞ്ഞ് അയാൾ വിചാരണയ്ക്ക് വിധേയനാകേണ്ട ആളാണ് എന്ന് വിധിച്ചാൽ അയാൾ വിചാരണയ്ക്ക് വിധേയമാവും. ആ വിചാരണയിലേക്ക് പോകുമ്പോൾ എന്നെ ഇതിലേക്ക് വലിച്ചഴിക്കാൻ ഈ കോടതി മുമ്പാകെ തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രതിക്ക് സമർപ്പിക്കാൻ കഴിയുന്ന രണ്ടാമത്തെ പെറ്റീഷനാണ് ഡിസ്ചാർജ് പെറ്റീഷൻ. ഈ ഡിസ്ചാർജ് പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ മുഴുവൻ തെളിവുകളും പ്രാഥമികമായി പരിശോധിച്ച ശേഷം ഇത് അങ്ങനെയല്ല, ഇത് ട്രയലിൽ വിധേയനാകേണ്ട ഒരു കേസാണ് എന്ന് പ്രതിയോട് പറയുകയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഡിസ്ചാർജ് പെറ്റീഷൻ തള്ളുകയും ചെയ്യും. ഇത് രണ്ടും ഈ കേസിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ, അതായത് രാഹുൽ ഈശ്വർ പൊതുസമൂഹത്തിൽപ്പെട്ട ആളാണോ എന്ന് എനിക്കറിയില്ല, ഇത് വെബ്സൈറ്റിൽ അല്ലെങ്കിൽ പബ്ലിക് ഡൊമൈനിൽ അല്ലെങ്കിൽ ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്ത് ഇത് ലഭ്യമാണ്. ഇതൊക്കെ വെച്ചിട്ട് ഈ ചർച്ചയിൽ ദിലീപിനെ അനുകൂലിച്ചാൽ കിട്ടുന്ന ഏതെങ്കിലും ചില സിനിമ ഇതിന്റെ പേരിലോ അല്ലെങ്കിൽ കിട്ടുന്ന ഏതെങ്കിലും തരത്തിലുള്ള സൗഹൃദങ്ങളുടെ പേരിലോ ഇങ്ങനെ ഒരു പൊതുസമൂഹത്തിൽ ഇത്രയേറെ ഗൗരവമുള്ള ഒരു വിഷയത്തിൽ ഇത്ര ലാഘവത്തോടുകൂടി ഇങ്ങനെ വന്ന് നുണ പറയരുത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വിചാരിക്കും ഞാനിപ്പോ ദിലീപ് ഇതിനകത്ത് പ്രതിയാണെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ദിലീപ് ഈ കുറ്റത്തിൽ എന്തെങ്കിലും ചെയ്തു എന്ന് ഞാൻ പറയാൻ തയ്യാറല്ല. കാരണം അത് തെളിയിക്കാനാണ് നമ്മുടെ നാട്ടിൽ പ്രോസിക്യൂഷൻ ഉള്ളത്. തെളിവില്ലെങ്കിൽ അയാളെ വെറുതെ വിടേണ്ടത് ഈ കോടതിയുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്, പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആ തെളിവുണ്ടോ ഇല്ലയോ എന്നുള്ള പരിശോധനയാണ് അവിടെ നടക്കുന്നത്. പക്ഷെ പ്രാഥമികമായി ട്രയൽ നേരിടേണ്ട വ്യക്തിയാണ് എന്ന ഒരു വിധിന്യായം ആ വ്യക്തി കൂടി അംഗീകരിച്ചതുകൊണ്ട്, ഈ പറയുന്ന ദിലീപ് അത് അംഗീകരിച്ചത് കൊണ്ടാണ് അയാൾ ട്രയലിന് വിധേയമാകുന്നത്. ആരായാലും ഏത് പ്രതിയായാലും അങ്ങനെ ദിലീപിന് കൂടി ബോധ്യമായ ഒരു കാര്യം തനിക്ക് ബോധ്യമല്ല എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. ഇത് എവിടുത്തെ മര്യാദയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ദിലീപിന്റെ ഡിസ്ചാർജ് പെറ്റീഷൻ കോടതി ഡിസ്മിസ് ചെയ്തതാണ്. ഹരീഷ് പറഞ്ഞതുപോലെ ദിലീപ് പല ഡിസ്ചാർജ് പെറ്റീഷനുമായി കോടതിയിൽ പോയിട്ടുണ്ട്. അദ്ദേഹം ഈ കേസിൽ അക്യൂസ്ഡ് ആവരുത് എന്ന് പറഞ്ഞ് ആ ഡിസ്ചാർജ് പെറ്റീഷൻ കോടതി ഡിസ്മിസ് ചെയ്തതാണ്. അതായത് അദ്ദേഹം ഈ കേസിൽ അക്യൂസ്ഡ് ആയിരിക്കണം, ഇതിൽ ട്രയൽ ഫേസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ എന്തിനാണ് ഈ ചോദ്യങ്ങൾ? ഇനി ട്രയൽ നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇന്നസെൻസോ അല്ലെങ്കിൽ ഗിൽട്ടോ പ്രൂവ് ചെയ്തേക്കാം. ഇനി ഒരു നികേഷ് സാർ, ഈ വാദഗതി ആലോചിച്ച് നോക്കൂ. ദിലീപിനും കൂടി ബോധ്യമുള്ള ഒരു കാര്യമാണ്. കേട്ടാത്തൊന്നും ദിലീപ് ഇത് അംഗീകരിച്ചു എന്ന്. പിന്നെ ശ്രീ ഹരീഷ് വാസുദേവൻ സുപ്രീം കോടതിയിൽ ശബരിമല കേസ് എടുത്തുപോലും നോക്കില്ല, ചവറ്റുകുട്ടയിൽ എറിയുന്നു പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം അനുകൂലിക്കുന്ന ലിബറൽ സാധനം കോടതിയും ജനങ്ങളും കൂടെ എങ്ങനെ ചവറ്റുകുട്ടയിൽ കളഞ്ഞു എന്ന് നമ്മളെല്ലാം കണ്ടതാ. അതുകൊണ്ട് ഇത് ഏതെങ്കിലും രാഷ്ട്രീയം പ്രമുഖനായ ആരെങ്കിലും കുറ്റം മൈലേജ് കിട്ടുമെന്നോ ഹരീഷ് എന്നെ കുറിച്ച് അപമാനിക്കുന്ന മര്യാദ വേണം, അത് തിരിച്ചു മര്യാദ വേണം. പറയുന്ന ലിബറലുകളുടെ വാദം ഞങ്ങൾ പറയുന്നവര് കേക്ക് പോലും ചെയ്യില്ല. രാഹുലിന്റെ വാദം രാഹുൽ പറഞ്ഞു കഴിഞ്ഞു. ഹരീഷിന്റെ സമയമാണ്. ഒരു വരി കൂടി, ഈ കേസിലേക്ക് വന്നാൽ ശ്രീ ദിലീപ് ഇന്നസെന്റ് ആണ്. ദിലീപ് പലതവണ അത് കോടതിയിൽ പറയുന്നുണ്ട്. പക്ഷേ കോടതി ഒരുപക്ഷെ പബ്ലിക് പ്രഷറാകാം, മീഡിയ പ്രഷറാകാം, ഇനിയും ദിലീപിനെ ലെറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമാകാം എന്നുകൂടി കരുതിയായിരിക്കാം ഈ രീതിയിൽ വന്നത്. ഇപ്പോൾ എതിരൊരു വിധി പബ്ലിക് പ്രഷർ കൊണ്ട് ഡിസ്ചാർജ് പെറ്റീഷൻ പരിഗണിച്ചില്ല എന്നാണ് രാഹുൽ ഈശ്വറിന്റെ വാദം. സാർ, നേരെ തിരിച്ച് ഇപ്പോ ദിലീപിന്റെ പ്രഷർ കാരണമാണ് ഇത് അംഗീകരിച്ചതെന്നല്ലേ അവരുടെ വാദം. അപ്പം നമുക്ക് ഇഷ്ടമില്ലാത്ത വിധി ഹരീഷ് പറയൂ, ഹരീഷ് തുടരൂ. രാഹുൽ ദയവായി ഉണ്ടായിരിക്കൂ. ഹരീഷ് പറയൂ. അല്ല, നോക്കൂ, ആർക്കും എന്തും ഒന്ന് പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള രീതിയിലാണ് കേരള ടെലിവിഷൻ ചാനലുകൾ ചർച്ച പോകുന്നതുകൊണ്ടാണ് നികേഷ് ഞാൻ ഈ ചർച്ചകൾക്ക് വരാത്തത്. ഞാൻ ചോദിക്കുന്നത്, ഈ നികേഷിന് അറിഞ്ഞൂടെ ഈ കേസിലെ ചാർജ് ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ ട്രയൽ ചെയ്യപ്പെടാൻ തനിക്ക് അർഹതയില്ല എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ച ദിലീപിന്റെ കേസ് തള്ളി, ആ തള്ളിയ വിധിന്യായം അംഗീകരിച്ചതിന് ശേഷമാണ് ട്രയൽ പ്രൊസീഡിങ്സ് നേരിടുന്നത്. ആ പ്രതിക്കില്ലാത്ത കേസ് ഒരാൾ വന്ന് ചർച്ചയിൽ പറയുമ്പോൾ അത് തലകുലുക്കിയിരുന്ന് കേൾക്കുകയാണോ വേണ്ടത്? അത് ഈ കേട്ടോണ്ടിരിക്കുന്ന ആളുകൾ വിചാരിക്കില്ലേ ദിലീപ് പോലും സമ്മതിക്കാതെയാണ് ട്രയൽ നടത്തുന്നത്, ദിലീപിന്റെ അഭിഭാഷകൻ ഉൾപ്പെടെ സഹകരിച്ചിട്ടല്ലേ ട്രയൽ നടക്കുന്നത്, ഈ ട്രയലിന് ദിലീപ് വശംവദനാകേണ്ടതാണ് എന്ന ബോധ്യം ദിലീപിന്റെ അഭിഭാഷകനും ദിലീപിനും ഉള്ളതുകൊണ്ടല്ലേ ആ ട്രയലുമായി സഹകരിക്കുന്നത്. അദ്ദേഹം ഈ ട്രയലിൽ കുറ്റക്കാരനല്ല എന്ന് തെളിയുമെന്ന വിശ്വാസം ഈ അസംബന്ധം. ഈ സാക്ഷികളെ കുറിച്ച് ചോദിച്ച ചോദ്യത്തിന് മറുപടി നോക്കൂ. ഇത് ആ നിലയിൽ ഇത് കുറെ കൂടി പ്രധാനപ്പെട്ടതാവുകയാണ്. കുറെ കൂടി ഈ മാധ്യമ കരുതൽ ആവശ്യപ്പെടുന്നതാണ്, സമൂഹത്തിന്റെ കരുതൽ ആവശ്യപ്പെടുന്നതാണ്.
അല്ല, ഞാൻ ഈ കേസിൽ ആരുടെയെങ്കിലും പ്രഷറിന് വശംവദനായി ആണ് ഇത്തരത്തിലൊരു വിധിന്യായം വന്നതെന്ന് നിയമം അറിയാവുന്ന ഒരാളും പറയില്ല. കേരള ഹൈക്കോടതി പറഞ്ഞതിൽ പാരഗ്രാഫ് നമ്പർ 29 പറഞ്ഞിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ നടന്ന സംഭവത്തെ ഉദ്ധരിച്ചാണ്. ബയാസ് ഉണ്ട് എന്ന് പ്രോസിക്യൂഷന് പറയാൻ കഴിയുന്ന അല്ലെങ്കിൽ ആരോപിക്കാൻ കഴിയുന്ന ഒരു പർട്ടിക്കുലർ സംഭവം, ആ സംഭവം നടന്നിട്ടുണ്ട് എന്ന് പ്രോസിക്യൂഷനും നടന്നിട്ടില്ല എന്ന് പ്രതിഭാഗവും പറയുന്നു. അത് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാതെ, വസ്തുതാപരമായി അതിന്മേൽ ഒരു വിധി പറയാതെ ഇനി അങ്ങനെ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് എനിക്ക് ദഹിക്കുന്നില്ല എന്നതാണ് എനിക്ക് ഈ വിധിന്യായത്തോടുള്ള എന്റെ പ്രതികരണം. അത് മറിച്ചൊരു യുക്തി ഉണ്ടെങ്കിൽ ഈ ചർച്ചയിൽ ആർക്കും പറയാം. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇപ്പോഴും നികേഷോ ഈ ചർച്ചയിൽ ഇരിക്കുന്ന ആരുമോ ഒരു ചോദ്യം ചോദിക്കുകയോ മറുപടി പറയുകയോ ചെയ്തില്ല. നാളെ മറ്റൊരു ജഡ്ജി ഈ വിചാരണയുമായി മുന്നോട്ട് പോയാൽ ആർക്കാണ് നീതി കിട്ടാത്തത്? എന്താണ് അതിനകത്ത് സംഭവിക്കുക? എന്ത് പ്രജുഡിസ് ആണ് അത് ഈ പ്രതികൾക്ക് ഉണ്ടാക്കുക? ശരി, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇപ്പോഴും താങ്കൾ മറുപടി പറയുന്നില്ല ഹരീഷ് വാസുദേവൻ. എത്ര കണ്ട് പ്രധാനപ്പെട്ടതാണ് ഈ സാക്ഷികൾ? നികേഷ് ആ ചോദ്യം കേട്ടില്ല. അല്ല, സാക്ഷികളെ എങ്ങനെയാണ് നോക്കൂ, ഞാൻ നേരത്തെ വളരെ വിശദമായി ചോദിച്ചിരുന്നു വടക്കേ മലബാറിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, അവിടെയാണ് സാധാരണഗതിയിൽ ഈ സാക്ഷികളുടെ മൊഴിമാറ്റമൊക്കെ. മനസ്സിലായി, പറഞ്ഞോളൂ. മനസ്സിലായി. ഇതിനകത്ത് എല്ലാ കേസിലും എന്ന പോലെ തന്നെ ഇതിനകത്ത് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന ഗൗരവമായിട്ടുള്ള ഒരാക്ഷേപം വന്നിട്ടുണ്ടായിരുന്നു. അത് മെറിറ്റിൽ പരിശോധിക്കേണ്ടതായിരുന്നു. ഈ വിധിന്യായത്തിനകത്ത് എവിടെയും അത് പരിശോധിക്കുകയോ പ്രോസിക്യൂഷൻ വാദത്തിന്റെ ഒരു സംഗ്രഹം ഇതിന്റെ ആദ്യ ഭാഗത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. അവിടെയൊന്നും ഈ സാക്ഷി മൊഴി മാറ്റലിനെ കുറിച്ചോ അല്ലെങ്കിൽ സാക്ഷികളെ ബലമായി പിടിച്ചുകൊണ്ടു പോകുന്നതിനെ കുറിച്ചോ പറയുന്നില്ല. അപ്പൊ ഈ ഹർജിയിൽ അത് പാർട്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ. തീർച്ചയായിട്ടും അവിടെ പ്രോസിക്യൂഷന്റെ ഒരു വീഴ്ചയായിട്ടാണ് ഞാനിത് കാണുന്നത്. ഏതെങ്കിലും സാക്ഷിയെ പ്രതിഭാഗത്തു നിന്ന് ആരെങ്കിലും സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ ബെയില് ക്യാൻസൽ ചെയ്യാം. അത് മാത്രമല്ല, അതിന് പ്രത്യേകമായിട്ട് ക്രിമിനൽ കേസ് എടുക്കാം. IPC വകുപ്പുണ്ട്. ഇത് രണ്ടും പ്രോസിക്യൂഷൻ ചെയ്തിട്ടില്ലാത്ത എന്തുകൊണ്ടാണെന്ന് പ്രോസിക്യൂഷന് മാത്രമേ അറിയാവൂ. അല്ല, അത് പ്രോസിക്യൂഷൻ ഈ ഹോസ്ദുർഗ് കോടതിയിൽ വേറൊരു കേസുമായിട്ട് പോകുന്നുണ്ട്. അത് ഇതുമായിട്ട് ക്ലബ് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ക്ലബ് ചെയ്യാനുള്ള കാര്യവുമില്ല. ഇതൊരു കോടതി മാറ്റം സംബന്ധിച്ചാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കോടതി മാറ്റവും ഈ സാക്ഷി മൊഴി മാറ്റലും രണ്ടാണ് അല്ലെ അർത്ഥത്തിൽ നോക്കുമ്പോൾ? അതെ, തീർച്ചയായിട്ടും കോടതി ബയാസ്ഡ് ആണോ അല്ലയോ എന്ന തർക്കം മാത്രമേ ഈ വിധിന്യായത്തിൽ പരിഗണിച്ചിട്ടുള്ളൂ. ഇവിടെ ശ്രീ സജി നന്ദ്യാട്ട്, ഈ മൊഴിമാറ്റം സംബന്ധിച്ച് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ചില സന്ദേശങ്ങളുണ്ട്. ചില ആളുകളുടെ ചില വാക്കുകൾ നമ്മളുടെ മനസ്സിലേക്ക് എന്തൊക്കെയോ സന്ദേശങ്ങൾ കയറ്റിത്തരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതാ ഇപ്പോൾ ഹോസ്ദുർഗ് കോടതിയിൽ ഒരു കേസ് കിടക്കുന്നു. ചില ആളുകളെ തേടി ചില ആളുകൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നെ കോടതിയിൽ നിന്ന് തന്നെ സാക്ഷികളെ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക ദൗത്യം ചിലർ നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ള പരാതി നമ്മുടെ മുന്നിലുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് പൊതുസമൂഹത്തിന് വല്ലാതെ വിഷമം വരുന്നത്, വല്ലാതെ പ്രതിഷേധമുണ്ടാകുന്നത്, വല്ലാത്ത രോഷം വരുന്നത്. നികേഷ്, ഒരു ചർച്ചയിൽ ചില മര്യാദകളുണ്ട്. നമ്മൾ 4 പേര് ചർച്ചയിലിരിക്കുമ്പോൾ എന്നിലേക്ക് വരേണ്ട സമയം അതിക്രമിച്ചായിരുന്നു. കാരണം ഞാൻ ചോറുതായോ എനിക്ക് കഞ്ഞിതായോ എന്ന് പറഞ്ഞ് വിളിച്ച് പറയാത്തോണ്ടാണോ നിങ്ങൾ വരാനെന്ന് എനിക്കറിയില്ല. ഞാന് നികേഷ് എന്നിലേക്ക് വരേണ്ട സമയം വളരെ അതിക്രമിച്ചിരുന്നു. ഹലോ, ഇടയിൽ വേറൊരു സംവാദം ഉണ്ടായിപ്പോയി സജി നന്ദ്യ, ക്ഷമിക്കുക, താങ്കൾ തുടരുക. അല്ലല്ല, ഇതെല്ലാം ഞാൻ വീക്ഷിച്ചോണ്ടിരിക്കുന്നത്. നികേഷിനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ബിബിൻലാൽ എന്ന സാക്ഷിയെ ആണ് സ്വാധീനിക്കാൻ ശ്രമിച്ചത് എന്നാണ് പോലീസ് അല്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നത്. ഞാൻ അതിലേക്ക് വരുന്നില്ല. കാരണം തിങ്കളാഴ്ച കോടതി അതിന്റെ വിശദാംശങ്ങളിലേക്ക് അടക്കി അതേക്കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്യും. ഞാൻ നികേഷോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഉൾപ്പെടെ ഉള്ളവർ ഈ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി ചർച്ചയിൽ പങ്കെടുക്കാൻ ഫ്രം ദ വെരി ബിഗിനിങ്, തുടക്കകാലം മുതൽ വന്നതിന് പ്രധാനമായ ഒരു ഇൻസ്പിറേഷൻ, അതിന് വിത്ത് പാകിയത് ബിബിൻലാലെ പോലെയുള്ളവരുടെ മൊഴിയായിരുന്നു. നികേഷ് ഓർക്കുന്നുണ്ടാവാം, ബിബിൻലാൽ പൊതുസമൂഹം ഓർക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ബിബിൻലാൽ പറഞ്ഞ ഒരു മൊഴിയുണ്ട്. പൾസസുനിയോടൊപ്പം കോടതിയിൽ ഹാജരാക്കാൻ പോയപ്പോൾ ബിബിൻലാൽ പറയുന്ന ഒരു വാചകമുണ്ട്. എന്നെ കൊണ്ട് ദിലീപേട്ടനെ കൊടുക്കാൻ വേണ്ടി എഴുതിച്ച കത്താണ് എന്ന് ആ ബിബിൻലാൽ പറഞ്ഞിട്ട് ബിബിൻലാൽ ഇപ്പോൾ പറയുന്നത് എങ്ങനെയാണ്? ദിലീപിനെതിരായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായും ബിബിൻലാലിന്റെ മൊഴി മാറ്റപ്പെട്ടിട്ടില്ലേ മറ്റ് സ്വാധീനമാണെന്ന് ചിന്തിക്കുവാനോ അത് പറയുവാനോ ഇവിടെ ആളില്ല. മറിച്ച്
ബിപിൻലാലിന്റെ മൊഴി മാറ്റുവാൻ ശ്രമിച്ചു എന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുമ്പോൾ ബിപിൻലാലിനോട് ഞാനൊരു ചർച്ചയിൽ മിനിഞ്ഞാന്ന് മാതൃഭൂമിയിൽ നടന്ന ചർച്ചയിൽ ബിപിൻലാൽ ചർച്ചയിലുണ്ടായിരുന്നു. ഞാൻ ബിപിൻലാലിനോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ പൊതുസമൂഹം എന്നോട് പറഞ്ഞു യു ആർ കറക്റ്റ്. കാരണം ബിപിൻലാൽ ഏത് മൊഴി പറയും അദ്ദേഹത്തിന് ഇഷ്ടമാണ്, നമ്മളാരും സമ്മർദ്ദം ചെലുത്താനില്ല. അപ്പോൾ ബിപിൻലാൽ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെ തന്നെ കോടതിയിൽ ഹാജരാക്കാൻ പോകുമ്പോൾ ആദ്യ മൊഴി പറയുന്നു അത് ഫ്രീ ആയിട്ട് പറഞ്ഞതാണ്, ഭയമില്ലാതെ ഫ്രീ ആയി സ്വതന്ത്ര ചിന്താഗതിയോടുകൂടി പറഞ്ഞ ഒരു വാചകമാണ്. ഇത് ദിലീപേട്ടനെ കൊടുക്കാൻ വേണ്ടി എന്നെ കൊണ്ട് എഴുതിച്ചതാണ്. ആ മൊഴിയാണ് ശരിക്കും ഇവിടെ മാറ്റപ്പെടുന്നത്. അതിന് പരാതി പറയാൻ ഇവിടെ ആരുമില്ലേ നികേഷ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ദിലീപ് ശിക്ഷിക്കപ്പെടണം എന്നുള്ള ഒറ്റ അജണ്ട മാത്രമേ ഉള്ളൂ. ഇരയ്ക്ക് നീതി ലഭിക്കണമെന്ന് ഇവിടെ ആരും കരുതുന്നില്ല. ഇര എന്ന് പറയുന്നത് ഇവിടെ പ്രശ്നമായി പലരും പറയുന്നില്ല. പക്ഷെ ഞങ്ങൾ പറയുന്നു ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കണം. ആ നീതി ലഭിക്കേണ്ടത് എങ്ങനെയായിരിക്കണം? യഥാർത്ഥ പ്രതിയെ ശിക്ഷിച്ചുകൊണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. മറിച്ച് ഒരു നിരപരാധി 1000 നിരപരാധി രക്ഷപ്പെട്ടാലും ഒരു കുറ്റവാളി പോലും ശിക്ഷിക്കപ്പെട്ടിരുന്ന ന്യായം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ ഹരീഷ് വാസുദേവൻ പറഞ്ഞു ഒരു കോടതി മാറുന്ന പ്രശ്നമില്ല, ഗുജറാത്തിൽ മാറിയെന്ന്. ഞാൻ ഹരീഷിനോടൊന്ന് ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ട്രയലിന്റെ ഇടയിൽ കോടതി മാറുക എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? ആ കോടതിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ് അത്. ആ കോടതി പിന്നെ മുന്നോട്ട് പോയിട്ട് വല്ല കാര്യമുണ്ട്? എന്നും ആ കോടതിയും ജഡ്ജിയും പൊതുസമൂഹത്തിന് മുമ്പിൽ അപമാനതയായി നിൽക്കില്ലേ? അതുകൊണ്ട് അതൊരു നല്ല കീഴ്വഴക്കമല്ല. ഇത് പൊതുസമൂഹത്തിൽ തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും. ഇവിടെ നീതി നടപ്പാക്കണമെങ്കിൽ ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ മാറുന്നത് മാത്രമേ കേൾക്കാവൂ കോടതി എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങാണ് ഹരീഷ് ഇവിടെ നീതി നടപ്പിലാകുക? അതുകൊണ്ട് ഈ ഹൈക്കോടതി എടുത്ത ഈ തീരുമാനം 100% നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. മറ്റ് തർക്കങ്ങളിലേക്ക് പോകുവാൻ പരിമിതിയുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ശരി. ധന്യ, നോക്കൂ, ഈ ഹൈക്കോടതി എടുത്ത തീരുമാനം സ്വാഗതാർഹം തന്നെയല്ലേ? നോക്കൂ, ഇരയെ സംബന്ധിച്ചിടത്തോളം, പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവസാന വാക്കല്ല എന്നറിയാം. നോക്കൂ, ഒരു ക്രിമിനൽ കേസിൽ ഇനി വിചാരണ കോടതിയിൽ നേരത്തെ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രശ്നങ്ങളുണ്ട്. ഒരു സാക്ഷിമൊഴി രേഖപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായാൽ ആ വീഴ്ച പിന്നീട് സുപ്രീം കോടതി വരെ ബാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ഹർജിയിലൊന്നും തന്നെയും സാക്ഷിമൊഴി ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വയലേറ്റ് ചെയ്തു എന്നതടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ കോടതി ഹാളിൽ ഉണ്ടാകേണ്ട മര്യാദകളൊന്നും പാലിക്കുന്നില്ല എന്നുള്ള ആക്ഷേപമുണ്ട്. പക്ഷേ സാക്ഷിമൊഴികളെല്ലാം കറക്റ്റാണ് എങ്കിൽ ഈ കോടതി അല്ലെങ്കിൽ വേറൊരു കോടതിയിൽ നീതി കിട്ടുമെന്ന് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാവുന്നതും ആഗ്രഹിക്കാവുന്നതേ ഉള്ളൂ. അതിന് പകരം കോടതി മാറ്റമല്ല. അപ്പോൾ അതുകൊണ്ട് പ്രോസിക്യൂഷൻ നാളെ കോടതിയിൽ ഹാജരാകുമോ എന്നുള്ള ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തിയുമില്ല. ധന്യ. ഹലോ. ധന്യോടാണ് എൻ്റെ ചോദ്യം. അതായത് പ്രോസിക്യൂഷൻ കേരള സർക്കാരും സർവൈവറും പറഞ്ഞ് നിരത്തിയ കാര്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഇന്ന് ഇങ്ങനൊരു ജഡ്ജ്മെന്റ് വന്നത്. ഞാൻ ഹരീഷ് പറഞ്ഞതിനോട് സമ്മതിക്കുന്നു. അതായത് മറ്റൊരു ജഡ്ജ് ഈ കേസ് കേൾക്കുകയാണെങ്കിൽ എന്താണ് അതിൽ പ്രശ്നം? പിന്നെ ഈ വിറ്റ്നസ്സുകളെ കുറിച്ച് അറ്റ്ലീസ്റ്റ് 4 വിറ്റ്നസ്സുകൾ പോലീസിനോട് പറഞ്ഞതല്ല കോടതിയിൽ പറഞ്ഞത് എന്ന് നമുക്കറിയാം. അതിൽ 3 പേരെ ഹോസ്റ്റൈൽ ആണ് എന്ന് പ്രോസിക്യൂഷൻ പറയുകയും ഒരാള് ഹോസ്റ്റൈൽ ആയിട്ട് അവർക്ക് പ്രഖ്യാപിക്കാൻ തയ്യാറില്ല. അയാൾ ഒരു ദിവസം ഒരു മൊഴി പറയുകയും മറ്റൊരു ദിവസം കോടതിയിൽ മാറ്റി പറയുകയും ചെയ്തു. അതുകൊണ്ട് ഫസ്റ്റ് ഡേയിൽ മൊഴി കരുതണം എന്നാണ് ഇപ്പൊ പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നു മൺഡേ ഈ കേസ് പുനരാരംഭിക്കുമ്പോൾ ഇത് ശരിക്കും ഒരു വളരെ ടെൻസ് സിറ്റുവേഷൻ ആണ് അല്ലേ? അതായത് ഈ ജഡ്ജും പ്രോസിക്യൂട്ടറും തമ്മിൽ പല പ്രാവശ്യവും കോടതിയിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ഗാഗ് ഓർഡറിനെതിരെ പല കേസുകളുണ്ട്. അതായത് ദിലീപ് കൊടുത്ത 2 കേസുകളുണ്ട്. 11 മാധ്യമങ്ങൾക്കെതിരെയും പിന്നെ 4-5 ആക്ടേഴ്സിനെതിരെ കൊടുത്ത കേസുകളുണ്ട്. അതിലും അതായത് ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ ട്രയൽ ഈ കോടതിയിൽ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കോടതിയിൽ ചോദിക്കുകയുണ്ടായി. ഈ വിക്ടിം പറയുകയാണ് അവർക്ക് ഒരു ഗാഗ് ഓർഡർ ആവശ്യമില്ല എങ്കിൽ നിങ്ങൾ ഈ ഗാഗ് ഓർഡർ തിരിച്ചെടുക്കുമോ എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു ജഡ്ജിയോട്. അപ്പൊ ഇതെല്ലാം തന്നെ ഇവർ തമ്മിൽ വളരെ ഫ്രിക്ഷൻ ഉള്ള ഒരു കേസാണിത്. പക്ഷെ ഇനി ആ കേസിന്റെ സ്പിരിറ്റിൽ ഇത് നടന്നു പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ശരി. പക്ഷേ ഞാൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ അവസാനമായിട്ട് നോക്കൂ, ഈ ബയസ് എന്ന വാക്ക്, ഒരു ക്രിമിനൽ കേസിൽ ബയസ് എന്ന വാക്ക് അതാണല്ലോ ഇവിടെ പ്രധാനമായും നമ്മൾ കാണുന്നത്, ഈ വിധിന്യായത്തിൽ കാണുന്നത്. ക്രിമിനൽ കേസിൽ ബയസ് ആവുക എങ്ങനെയാണ് കോടതി? ഏതെങ്കിലും ഒരു ഇൻട്രീം അപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ ഗാഗ് ഓർഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ അല്ലെങ്കിൽ കോടതിയിൽ 20 അഭിഭാഷകർ ഒന്നിച്ചു വരുന്നു എന്നുള്ള വിഷയത്തിലോ ഇൻ ക്യാമറ പ്രൊസീഡിങ്സിൻ്റെ വയലേഷനിലോ ഒക്കെ ഒന്നും അല്ലല്ലോ.
ഒരു ക്രിമിനൽ കേസിലെ സാക്ഷികളുടെ മൊഴിയെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തെളിവ് ഹാജരാക്കുമ്പോൾ അത് സ്വീകരിക്കുന്ന കാര്യത്തിൽ ഒക്കെ തന്നെയുമുള്ള ഒരു ബയസ് അല്ലേ, അത് യഥാർത്ഥത്തിൽ ഈ ഹർജിയിൽ ഉണ്ടോ? അപ്പോൾ ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തെ, കോടതി മുറിയെ നമ്മൾ ഒന്നായി കാണുകയാണെങ്കിൽ, അത് പ്രത്യേക കോടതി ആയിക്കൊള്ളട്ടെ, ഹൈക്കോടതി ആയിക്കൊള്ളട്ടെ, സുപ്രീം കോടതി ആയിക്കൊള്ളട്ടെ, ഒന്നായി കാണുകയാണെങ്കിൽ ആ പറയുന്ന ഒരു ക്രിമിനൽ കേസിലെ ബയസ് യഥാർത്ഥത്തിൽ ഈ ഹർജിയിൽ ഉണ്ടോ? അത് പറയണമെങ്കിൽ നമ്മൾ ഹർജിയിലെ ഗ്രൗണ്ട്സ് മുഴുവൻ വായിക്കണം. അങ്ങനെ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ഗ്രൗണ്ട്സും വിധിന്യായത്തിൽ അഡ്രസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ദൗർഭാഗ്യവശാൽ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ആ ഹർജിയുടെ ഗ്രൗണ്ട്സ് ഞാൻ കണ്ടിട്ടില്ല. ഈ വിധിന്യായത്തിൽ പറയുന്ന പാരഗ്രാഫ് 29 പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം നികേഷ് ഇവിടെ ചൂണ്ടിക്കാണിച്ചു. അത് നടക്കാൻ സംഭവിക്കാത്തൊരു കാര്യം ആ കോടതിയിൽ നടന്നതിനെ പറ്റിയാണ്. അത് നടന്നപ്പോൾ പ്രോസിക്യൂഷനെ അധിക്ഷേപിക്കുന്ന ഒരു കാര്യം നടന്നു. ജഡ്ജി പ്രോസിക്യൂഷനെ അധിക്ഷേപിച്ചിട്ട് പറഞ്ഞത് ഇത് പ്രോസിക്യൂഷൻ അല്ല ഇവിടെ നടക്കുന്നത് എന്നാണ്. അങ്ങനെ ഒരു ജഡ്ജി പറഞ്ഞെങ്കിൽ, ആ പ്രോസിക്യൂഷൻ അല്ല നടക്കുന്നത് എന്ന് പറഞ്ഞെങ്കിൽ, തീർച്ചയായിട്ടും ആ നടപടികളുമായി, അതായത് ചീഫ് എക്സാമിനേഷനുമായി മുന്നോട്ട് പോകുന്നതിന് ആ കോടതിയിൽ തടസ്സമുണ്ട്. കോടതി അതിനെ എങ്ങനെയാണ് റൂൾ ഔട്ട് ചെയ്തത്? കോടതി റൂൾ ഔട്ട് ചെയ്തത് അങ്ങനെ നടക്കാൻ സാധ്യതയില്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, നടന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല, നടന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ബയാസ് ഉണ്ട്. അപ്പോൾ ബയാസ് ഉണ്ട് എന്ന് കോടതിയിൽ സ്ഥാപിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. പ്രോസിക്യൂഷന് ഈ വിധിന്യായത്തിൽ എതിർപ്പുണ്ടെങ്കിൽ അവർക്ക് സുപ്രീം കോടതിയിൽ പോകാം. നമ്മുടെ മുമ്പിൽ ഉള്ള വിധിന്യായത്തിൽ ഈ കോടതിയിൽ ബയാസ് ഉണ്ട് എന്ന് പറയാനുള്ള കാരണങ്ങളൊന്നുമില്ല എന്ന വാദമാണ് നിലനിൽക്കുന്നത്. പാരഗ്രാഫ് 29 എനിക്ക് ദഹിക്കുന്നില്ല എന്ന കാര്യം ഞാൻ ആവർത്തിച്ച് പറയുന്നു. അതായത് ആ കോടതിയിൽ എന്താണ് നടന്നത് എന്ന് പരിശോധിക്കേണ്ട ഒരു കോടതി ആ കാര്യം പരിശോധിക്കാതെ അങ്ങനെ നടന്നിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് ഈ കോടതിക്ക് ഇഷ്ടം എന്ന മട്ടിൽ കാഷ്വലായി എടുത്തത് ശരിയായില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇത് എന്തുകൊണ്ട് ശരിയായില്ല എന്ന് ചോദിച്ചാൽ, ഞാനാണ് പരാതിക്കാരിയെങ്കിൽ, ഞാനാണ് ഈ കേസല്ല വേറെ ഏതെങ്കിലും ഒരു കേസ് ആയിക്കോട്ടെ, ഞാനാണ് നീതി നിഷേധിക്കപ്പെട്ടു എന്ന് തോന്നുന്നതെങ്കിൽ എന്നെ ബോധ്യപ്പെടുത്തുന്നതിനാണ് ഈ സിസ്റ്റം മുഴുവൻ. ഞാൻ പറയുന്ന ആളെ ശിക്ഷിക്കാനല്ല, ഞാൻ കുറ്റവാളിയാണെന്ന് പറയുന്ന ആളെ ശിക്ഷിക്കാനല്ല, പക്ഷേ നടക്കുന്ന പ്രൊസീജിയർ, നടക്കുന്ന നടപടിക്രമം നീതിയിലൂടെയാണ് നടക്കുന്നത് എന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആ സിസ്റ്റത്തിന് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എത്ര വില കൊടുത്തിട്ടായാലും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് യാതൊരു കാര്യവുമില്ല. സാധാരണ ട്രയൽ നടക്കുമ്പോൾ ജഡ്ജിമാർ ട്രാൻസ്ഫർ ആവാറുണ്ട്. ട്രാൻസ്ഫർ ആവുമ്പോൾ ഇന്നലെ വരെ ട്രയൽ നടത്തിയ ജഡ്ജി മാറി പുതിയ ജഡ്ജി വന്ന് ആ ട്രയൽ തുടരും. അതിനകത്തൊന്നും ഒരു അപാകതയും കേരളത്തിൽ ഒരു കോടതിയും കണ്ടെത്തിയിട്ടില്ല. രാഹുൽ ഈശ്വർ, ഒരു മിനിറ്റിൽ നോക്കൂ, ഇരയാകുന്ന ഒരാൾക്ക് എന്തൊക്കെയാണ് നേരിടേണ്ടി വരുന്നത്? അവസാനം ഇവിടെ വരെ എത്തിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കൊരു മാനഹാനി സംഭവിച്ചാൽ നമ്മുടെ ഫൈറ്റ് എത്ര ദീർഘമായ കാലയളവിൽ കൊണ്ടുപോകേണ്ടി വരും എന്നുള്ളത് ഒന്ന്, എത്ര പ്രതിബന്ധങ്ങൾ മറികടക്കേണ്ടി വരും എന്നുള്ളത് വേറൊന്ന്. ഈ വിധിന്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള, പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ആ പ്രതിബന്ധങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ഇപ്പോഴും അവർ എത്തി നിൽക്കുന്നത് കേരള ഹൈക്കോടതിയിൽ നിന്ന് എതിരായ ഒരു വിധിയുമായിട്ടാണ് അല്ലേ? ഇതാണ് മാനം നഷ്ടപ്പെടുന്ന പെൺകുട്ടികളുടെ ഒരു അവസ്ഥ നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ നിന്നും. ഇരയോട് പൂർണ്ണമായിട്ടും ഐക്യദാർഢ്യം തന്നെയാണ്. പക്ഷേ ആരെങ്കിലും ദഹിപ്പിക്കുകയോ ദഹിപ്പിക്കാതിരിക്കുകയോ അല്ല ഒരു കോടതിയുടെ ലക്ഷ്യം. കോടതി ഇരുഭാഗത്തെയും വാദങ്ങൾ കേട്ട് അതിൽ കോടതി ശരിയൊന്നും ന്യായത്തിന്റെയും കൂടെ നിൽക്കുന്നതാണ്. നമ്മൾ നോക്കൂ, ആരെയൊക്കെ കുറ്റം പറയുന്നത്? ട്രയൽ നടക്കുന്ന കോടതി ശരിയല്ല, ഹൈക്കോടതി ശരിയല്ല, പിന്നെ ആരാണ് ശരി? അപ്പൊ പൊതുസമൂഹത്തിൽ ഞങ്ങളുടെ മാത്രം കാഴ്ചപ്പാടുകളാണ് ശരി എന്ന് പറയുന്നതിലൊന്നും ഒരു അർത്ഥമില്ല. ഏതെങ്കിലും രീതിയിൽ തങ്ങളുടെ സ്യൂഡോ ഇന്റലക്ച്വൽസിനോട് ചേരാത്ത കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് പറയുന്നതിൽ എന്താ അർത്ഥം? ഹൈക്കോടതി വളരെ സുചിന്തിതമായ നിലപാടെടുത്തു. 2, ട്രാൻസ്ഫർ ഒന്ന് പോകുന്നത് പോലെയാണോ ഇത്തരം ഒരു കേസിൽ മാറ്റുന്നത്? എത്ര ലാഘവത്തോടെയാണ് പറയുന്നത് ട്രാൻസ്ഫർ ഒന്ന് ജഡ്ജി മാറി പോകുന്നത് പോലെയാണ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത് മാറ്റുന്നതെന്ന്. നമുക്ക് എന്താണ് ഒരു ബെഞ്ച് ഷോപ്പിംഗിന്റെയോ ഫോറം ഷോപ്പിംഗിന്റെയോ പോസിബിലിറ്റി ഉണ്ടോ? ഇഷ്ടമില്ലാത്ത ലൈനിൽ ആദ്യം ഇതേ പ്രത്യേക അഭിനേത്രി വനിതാ ജഡ്ജിയെ വേണമെന്ന് പറഞ്ഞു സംഭവിച്ചു, നാളെ ഈ ജഡ്ജി വേണ്ട വേറൊരാൾ വേണമെന്ന് സംഭവിച്ചു. അപ്പൊ ഇനി മറ്റൊരു വിധി വന്നാൽ ജഡ്ജി ശരിയല്ല എന്ന് പറയുകയാണോ? ഭംഗിയുള്ള വാക്കുകളിൽ കറക്കി മുറിച്ച് ഏതെങ്കിലും രീതിയിൽ ആവരണം ഇട്ട് ജഡ്ജി തെറ്റാണെന്നും ജഡ്ജി പക്ഷപാതത്തോടും പെരുമാറുന്നു തന്നെയല്ലേ ഈ ഇൻസിനുവേറ്റ് ചെയ്യുന്നത്? ഈ ഇൻയുവന്റോസിനും ഇൻസിനുവേഷനും ചെയ്യുന്നത് എന്താണ്? ശ്രീ ദിലീപ് പവർഫുൾ ആയതുകൊണ്ട് ഈ ജഡ്ജിയെ ഏതോ രീതിയിൽ സ്വാധീനിച്ചു. പക്ഷെ ഞങ്ങൾ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഇംപ്ലേ ചെയ്യാമെന്ന് പറയുന്നതിൽ എന്ത് ആത്മാർത്ഥതയും ഇന്റലക്ച്വൽ ഇന്റഗ്രിറ്റിയുമാണുള്ളത്. അതുകൊണ്ട് ആ കോടതിയെ സംശയിക്കാതിരിക്കുക. എതിരുണ്ടെങ്കിൽ ഇനിയും മേൽക്കോടതികളുണ്ടല്ലോ, എതിരുണ്ടെങ്കിൽ ഇനിയും ഹയർ കോടതിയിൽ അപ്രോച്ച് ചെയ്യാമല്ലോ. അതുകൊണ്ട് ധാരാളം സ്പേസും ധാരാളം ക്വസ്റ്റനിങ് എബിലിറ്റീസും
അല്ലെങ്കിൽ ധാരാളം ക്വസ്റ്റനിങ് സ്പേസസും ബാക്കിയുണ്ട്. അതുകൊണ്ട് കോടതിയെ വിശ്വസിക്കുക, ആ കോടതിയുടെ ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യാതിരിക്കുക. ഇനിയും മേൽക്കോടതികളുണ്ട്, ഇവർക്ക് ഇനിയും അപ്പീലിന് അവസരമുണ്ട്, തീർച്ചയായിട്ടും അവർക്ക് പോകാനും കഴിയുമല്ലോ. ശരി, വളരെ നന്ദി രാഹുൽ ഈശ്വർ, അധന്യ രാജേന്ദ്രൻ, സജി നന്ദ്യാട്ട്, അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ. എഡിറ്റേഴ്സ് അവർ അവസാനിക്കുന്നു. നമസ്കാരം.